ഇവിടെ സ്നാനം പ്രസംഗിച്ചില്ലേ പിന്നെ എന്നോ പ്രസംഗമാണ്. പിന്നെ യെശയ്യാ പ്രവചനം വായിച്ച സ്നാനമുണ്ടല്ലോ, അതുകൊണ്ടല്ലോ ശരണനോട് പീലിപ്പോസ് സ്നാനം പറഞ്ഞ് യെശയ്യാവ് 53 ഇവിടെ സ്നാനം കിടക്കുന്നത്. ഹലോ, എടാ യേശുവിനെ പ്രസന്റ് ചെയ്ത സ്നാനമുണ്ടെന്ന്. യേശുവിനെ പ്രസംഗിക്കുമ്പോൾ സ്നാനം പറഞ്ഞില്ല പിന്നെ നീ എന്തുവാ പറയുന്നേ? നീ ആരെ സുഖിപ്പിക്കാൻ വേണ്ടി സുവിശേഷം പറയല്ലേ? സുവിശേഷം സത്യം വിളിച്ചു പറയുന്നതാണ്. യേശു പറഞ്ഞു നിങ്ങൾ പുറപ്പെടണം. സന്തോഷമുണ്ട് അല്ലേ പറഞ്ഞേ? ഇതിപ്പോ പിള്ളേർക്കൊന്നും അറിയത്തില്ല സ്നാനത്തെ കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിൻ്റെ അമ്മ പാസ്വേഡ് എന്ന് പറഞ്ഞ് പാസ്റ്ററെ മോള് ബാംഗ്ലൂരിന് പോവാൻ നേഴ്സിംഗ് പഠിക്കാമെന്ന് സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതിനാ പാസ് ബുദ്ധിമാനാ. പാസ് പറഞ്ഞ് ബാംഗ്ലൂരിന് പോകാനാണെങ്കിൽ കല്ലട ബസ്സിൽ ടിക്കറ്റ് എടുത്ത് വിട്ടാൽ പോലെ അമ്മമ്മയെന്ന് ചോദിച്ചു. ഹലോ, അല്ല ബാംഗ്ലൂരിൽ പോകാൻ വേണ്ടി പിള്ളേർ സ്നാനപ്പെടേണ്ട കാര്യമില്ല. കല്ലട ബസ് എന്ത് ചെയ്താൽ മതി? ടിക്കറ്റ് എടുത്ത് തങ്കച്ചൻ പാസ്ക്ക് എന്നൊരു പ്രയാസം പോലെ. മനസ്സിലാകുന്നുണ്ടോ? അമ്മാമ്മ ധരിച്ചത് കൊച്ചു ബാംഗ്ലൂരിൽ പോകണേ സ്നാനപ്പെടണമെന്നാണ്. ബാംഗ്ലൂരിൽ പോകാനായിട്ട് ബന്ധുക്കോസുകാർ സ്നാനപ്പെടുത്തി. ഞങ്ങൾ നിത്യതയിൽ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ കർത്താവിൻ്റെ അടുക്ക പോകണമെങ്കിൽ സ്നാനപ്പെട്ടാൽ മതി അല്ലല്ലേ പറഞ്ഞേ? പിന്നെ ചെറുക്കൻ അവിടെ പൂനായിലാണ് പഠിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു പെണ്ണിനെയൊക്കെ കണ്ടു, ലൈനൊക്കെ അടിച്ചു. പാസ്സ കല്യാണം നടത്തണം. അവൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവളോട് വേണ്ടി വന്നാൽ എന്ത് ചെയ്യാം, സ്നാനപ്പെടാനും അവൻ മടിക്കത്തില്ലെന്ന്. നിങ്ങൾ മിണ്ടുന്നില്ല. അപ്പോൾ കൊച്ചിൻ്റെ കല്യാണം അഡ്ജസ്റ്റ്മെൻ്റ് ഈ പാസ് നടത്താൻ വേണ്ടിയിട്ട് ചെറുക്കൻ വേണമെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനൊന്നും ഒപ്പിച്ച് നടന്ന പരിപാടിയല്ല സ്നാനം. പിന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഒടുവിൽ പറയുകയാണ്, നിങ്ങൾ പുറപ്പെട്ടിട്ട് കൃത്യമായി പറയണം പിതാവിൻ്റെയും എല്ലാവരും കൂടെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭിഷക്തന്മാരുടെ കൈ കീഴെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. നല്ല സ്വത്രം പറഞ്ഞാട്ട് നിരാത്രി ഇനി അങ്ങ് അന്തക്കരാജ്ഞിയുടെ ധനകാര്യമന്ത്രി ആയാലും വ്യത്യാസമില്ല, നീ വെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവരൊക്കെ പ്രാഗൽഭ്യത്തോടെ ഒരല്ലേലൂയ പറഞ്ഞ് ആള് മാറിയാലോ കാലം മാറിയാലോ ഉപദേശം മാറുന്നതല്ല ദൈവത്തിന്റെ സഭ. സഭയ്ക്കൊരു ഉപദേശമേ ഉള്ളൂ. ഓരോ യോഗങ്ങളും ഓരോ കൂടിവരവുകളും നമ്മുടെ അകത്തെ മനുഷ്യൻ പ്രത്യാശ കൊണ്ട് നിറയുന്ന ദിവസങ്ങളായി മാറണം. ആശയറ്റ ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും യാതൊരു നിശ്ചയമില്ലാത്ത ഒരു വല്ലാത്ത കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ തന്നെ നിർമ്മിത ബുദ്ധിയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വലിയ പ്രതിഭാസം നാം പാർക്കുന്ന ഭാരതം ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളെ കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഉറപ്പായി നമ്മുടെ കർത്താവ് അടുക്കൽ വാതുക്കലായി. പ്രത്യാശയുള്ളവരൊക്കെ ദൈവത്തെ സ്തുതിച്ചാൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യങ്ങൾ. വിശുദ്ധ മത്തായി സുവിശേഷം 28, 19, 20 വാക്യങ്ങൾ ഒരാള് മൈക്കിലൂടെ വായിച്ച് കേൾപ്പിക്കും. യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരിയാൽ നിങ്ങൾ പുറപ്പെട്ടു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. വളരെ കുറച്ചു കാലം മാത്രം ജീവിച്ചിരിക്കുകയും വളരെ കുറച്ച് പ്രസംഗിക്കുകയും ഏകദേശം 33.5 വർഷമെന്ന് നമ്മളെല്ലാം വിശ്വസിക്കും. അതിൽ 3.5 വർഷം മാത്രം പൊതു ശുശ്രൂഷയിൽ അധികം പ്രചാരമില്ലാത്ത ഒരു മാതൃഭാഷയിൽ യേശു ഏറ്റവും അധികം എബ്രായ ഭാഷ, റോമൻ ഭാഷ, ഗ്രീക്ക് ഭാഷ വളരെ ശക്തമായി പ്രാബല്യത്തിലുള്ളപ്പോൾ പ്രശസ്തി നേടിയിട്ടില്ലാത്ത ഒരു പ്രാദേശിക ഭാഷയാണ് അരാമ്യ ഭാഷ. കർത്താവ് പ്രസംഗിച്ച ഏറിയ പ്രസംഗങ്ങളും അരാമ്യ ഭാഷയിലായിരുന്നു. ഗലീലയിലേക്ക് ചേരുകയാണ്. അതിൻ്റെ ചുറ്റും അതിപ്രധാനപ്പെട്ട 9 പട്ടണങ്ങളുണ്ട്. 9 പട്ടണങ്ങൾ.
നിങ്ങളെ പുതിയ നിയമത്തിൽ യേശു സഞ്ചരിച്ചതെന്നും പറഞ്ഞുള്ളൊരു പടമുണ്ട്. അതിൻ്റെ ഏറ്റവും പുറകിൽ ഇപ്പം തിരിഞ്ഞ് നോക്കണ്ട, പിന്നെ നോക്കിയാൽ മതി. പറഞ്ഞുള്ളൊരു പടമുണ്ട്. അതിൻ്റെ ഏറ്റവും പുറകിൽ ഇപ്പം തിരിഞ്ഞ് നോക്കണ്ട, പിന്നെ നോക്കിയാൽ മതി. അതിനകത്ത് ആ 9 പട്ടണങ്ങൾ കാണാം. കോരസീൻ, കവർന്നഹൂം, മഗദ, കാന, തിബരിയാസ്, നസറേത്ത്, നയീൻ, ബെസെയ്ദ, ഗദര. ഈ 9 പട്ടണങ്ങൾ ഈ ഗലീലയോട് ചുറ്റിക്കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ശുശ്രൂഷയുടെ 36 അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് മത്തായി, മർക്കോസ്, ലൂക്കോസ് രേഖപ്പെടുത്തിയതിൽ 19 അത്ഭുതങ്ങൾ നടന്നേക്കുന്നത് ഈ 9 പട്ടണങ്ങളോട് ബന്ധപ്പെട്ടാണ്, ഈ ഗലീലയുടെ തീരപ്രദേശങ്ങളിലാണ്. നമ്മുടെ കർത്താവ് ഇവിടെ വന്നിട്ട് ആവശ്യമുണ്ട്, മനുഷ്യപുത്രനോ തല ചായിപ്പാൻ ഇടമില്ല എന്ന ഉള്ള അവസ്ഥയിൽ പ്രതീക്ഷയൊക്കെ പറഞ്ഞാലും കൊല്ലുമെന്നോ മരിക്കുമെന്നോ അവരെന്ത് ചെയ്തില്ല, വിചാരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അത് സംഭവിച്ചു. പത്രോസ് വളരെ താല്പര്യത്തോടെ പറഞ്ഞു, അത് സംഭവിക്കല്ലേ, അങ്ങനെയൊന്നും പറഞ്ഞ് പ്രസംഗിക്കല്ലേ, ഞങ്ങളുടെ മനസ്സ് ഭാരപ്പെടുത്തരുത് എന്നൊക്കെ വളരെ താല്പര്യത്തോടെ വന്ന് ആരോട് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു, നിനക്ക് അങ്ങനെ ഭവിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഉടനെ യേശു നിങ്ങൾ 12 പേരിൽ ഒരാളെങ്കിലും ഞാൻ മരിക്കല്ലെന്ന് പറഞ്ഞല്ലോ, പത്രോസേ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നല്ല പറഞ്ഞ് പോശാത്താനെ. ഹലോ, അടുത്ത ശുശ്രൂഷ ഏൽപ്പിക്കേണ്ട ആളാ. ആ പുള്ളിക്കാരനെ ഒടിവ് വിളിച്ചത് റവറൻ്റ് എന്നല്ല, പാസ്റ്റർ എന്നല്ല, ഡോക്ടർ എന്നല്ല. ഹലോ, അടുത്ത ശുശ്രൂഷ കൈമാറേണ്ട ആളിനെ വിളിച്ചത് പോ സാത്താനെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. അവരൊരിക്കലും ആഗ്രഹിക്കാത്തത് സംഭവിച്ചു, മരിച്ചു, അടക്കി. പ്രൈസ് ദി ലോർഡ്. ഈ ശബത്തായതുകൊണ്ട് എല്ലാവരും പോയി നല്ലപോലെ വിശ്രമിച്ചു. കാരണം ശബത്തിൽ ആരും ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാവരും സ്വസ്ഥമായി വിശ്രമിക്കുമ്പോൾ വിശ്രമമില്ലാത്തൊരു കൂട്ടരുണ്ടായിരുന്നു. എല്ലാവരും സ്വസ്ഥമായിരിക്കണമെന്ന് പറയുന്ന കയ്യപ്പാവും ഹന്നാവും ചേരുന്ന യഹൂദ മതത്തിൻ്റെ മേലധ്യക്ഷന്മാർക്ക് സ്വസ്ഥമായിരിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. അവരെഴുന്നേറ്റു. വേല ചെയ്യല്ലെന്ന് പ്രമാണം പഠിപ്പിക്കുന്ന അവരെഴുന്നേറ്റു, വേല ചെയ്ത് അവർ നേരെ പീലാത്തോസിൻ്റെ അരമനെ ചെന്നു. പീലാത്തോസിനെ വിളിച്ചത് ഇന്നലെ വിളിച്ച പേരല്ല, വിളിക്കുകയാണ്, യജമാനനെ ഇപ്പം ഞങ്ങൾക്ക് ഓർമ്മ വരും. അവർ വേല ചെയ്യുക, വേല ചെയ്യല്ലെന്ന് പറഞ്ഞവർ വേല ചെയ്യുക. വാസ്തവത്തിൽ യേശുവിനെ ഏറ്റവും കൂടുതൽ വിസ്തരിച്ചത് കയ്യപ്പാവാണ്, കന്നാവല്ല. ആ സമയത്തെ മഹാപുരോഹിതൻ ആരാണ്? കയ്യപ്പാവ. അമ്മായിയപ്പനെ മരുമോനെ ഏൽപ്പിച്ചാ മാറി. അങ്ങനെയാണല്ലോ ഇന്നും. ഒന്നിൽ അമ്മായിയപ്പൻ, അല്ലെങ്കിൽ പാറ, എന്നെ കൊണ്ടെല്ലാം പറയിപ്പിക്കാതെ. അപ്പൊ കന്യാവ് മാറിയാ പിന്നെ കയ്യപ്പാവ്, കയ്യപ്പാവ് അല്ലെങ്കിൽ പിന്നെ കന്നാവ്. പക്ഷെ പാട്ടുകാരൻ ട്യൂണ് കിട്ടാൻ വേണ്ടി, ഇവരൊക്കെ അല്ലേ പാടുന്നേ, അപ്പൊ അതുകൊണ്ട് ട്യൂണ് കിട്ടാൻ വേണ്ടി എഴുതി, കന്നാസിൻ അരമനയിൽ മന്നവ നീ വിധിക്ക. അങ്ങനെ അല്ലായിരുന്നു എഴുതേണ്ടത്. കയ്യപ്പാവിൻ ട്യൂണ് കിട്ടത്തില്ലല്ലോ, ഒരല്ലേ പറഞ്ഞേ. അപ്പൊ ട്യൂണ് കിട്ടാൻ വേണ്ടി മാറ്റിയതാ. ഒരു സ്വത്രം പറയണം, ഞാൻ മടങ്ങി വരിക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവരെ അമ്മായിപ്പനും മരുമോനും കൂടി ആളുകളെ സംഘടിപ്പിച്ച്, യജമാനനെ ഈ നീചൻ ഉയർക്കരുത്, മറ്റെന്തെല്ലാം സംഭവിച്ചാൽ എന്ത് ചെയ്യരുത്. പീലാത്തോസ് പറഞ്ഞു, ഞാൻ പട്ടാളത്തെ വിട്ടുതരാം, നിങ്ങളാൽ ആവോളം ഉറപ്പിച്ചോളാൻ പറ. ഇന്ന് രാത്രി എനിക്ക് ദേശത്തോടൊരു കാര്യം പറയാനുണ്ട്. ഉയർക്കത്തില്ലെന്ന് വാദിച്ച് നിന്നാലെ പ്രാർത്ഥിച്ചോണ്ടിരുന്നാ മതി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോണ്ടിരുന്നാ മതി. ഹല്ലേലൂയ. തുറക്കപ്പെടാത്ത ഏത് മണ്ഡലത്തിലും
ഉയർത്തപ്പെടാത്ത ഏത് വേദിയിലും ഈ രാത്രി പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ, ദൂട്ടന്റെ എല്ലാ ബന്ധനങ്ങളെ അഴിച്ചിന്ന് രാത്രിയിൽ ഉയർത്തെഴുന്നേക്കുമെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ള ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർ മൗനമായിരിക്കാതെ നന്നായിട്ട് കരമൊന്ന് അടിച്ചു ദൈവത്തെ ആരാധിച്ചോ. സ്വർഗം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യുന്ന രാത്രിയാ. ഹല്ലേലൂയ. ആത്മാവ് ഇറങ്ങിയപ്പോൾ കല്ലറ ഭേദിക്കപ്പെട്ടു. ചങ്ങലയും മുദ്രയൊക്കെ പൊട്ടിമാറി. അവന് വലിയ ആഗ്രഹം, ഫ്രീ ആയിട്ട് മേടിച്ചു എന്ന് വരണ്ട, എന്തെങ്കിലും അയക്ക് കൊടുത്തേക്കാം. അതിന് അദ്ദേഹം ഈ ഗലീലയിലുള്ള 9 പട്ടണങ്ങൾ, ഞാൻ മുമ്പ് പേര് പറഞ്ഞു, 9 പട്ടണങ്ങൾ ചേർന്ന സ്ഥലം ഹീരാമിന് സൗജന്യമായി കൊടുത്തു, കരമൊഴിവായി കൊടുത്തു. സ്തോത്രം പറഞ്ഞ്. നമ്മുടെ രാജാക്കന്മാർ ഭരിക്കുന്ന കാലത്ത് ഇവിടുത്തെ അന്നത്തെ സമുദായങ്ങൾക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ രാജാക്കന്മാർ കരമൊഴിവായിട്ട് ഭൂമി കൊടുത്തായിരുന്നു. അങ്ങനെ NSSനും SNDPക്കും CSIക്കും ഒക്കെ സ്ഥലങ്ങൾ കിട്ടിയിട്ടുണ്ട്. പാട്ടം കിട്ടാതെ കരമൊഴിവായിട്ട് കൊടുത്ത സ്ഥലങ്ങളാണ്. ഇനി പറഞ്ഞതുപോലെ ഹീരാമിന് ഈ 9 പട്ടണങ്ങളുള്ള തടാകത്തോട് ചേർന്നുള്ള ഈ സ്ഥലങ്ങൾ കൊടുത്തു. ഏതായാലും ഞങ്ങൾക്ക് മഹാനായ ജ്ഞാനിയായ ശലോമോൻ തന്നതല്ലേ, ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് സമയമില്ലാത്ത സമയത്ത് ഈ മനുഷ്യൻ തൻ്റെ പരിവാരങ്ങളുമായിട്ട് ഇവിടെ വന്ന് ഈ ഗലീലാദേശം ഒന്ന് കണ്ടു. ഒന്നേ കണ്ടുള്ളൂ, പിന്നെ അവിടെ നിന്നില്ല പുള്ളി. കേട്ടു, പുള്ളി ഈ സ്ഥലം കണ്ടിട്ട് പറഞ്ഞു, ഇതാർക്ക് വേണം. ഈ സ്ഥലത്തിന് പുള്ളി ഒരു പേരിട്ടു, ഡാർക്ക്നെസ്, കാബൂൾ ദേശം. ഒന്ന് പറഞ്ഞേ, കാബൂൾ ദേശം. അന്ധതയുടെ സ്ഥലം, അജ്ഞതയുടെ സ്ഥലം, മരണത്തിന്റെ താഴ്വര, കൂരിരുണ്ട ദേശം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൺമുമ്പിൽ മരണം ഇങ്ങനെ നിഴല് പോലെ പോകുന്നത് കാണാവുന്നൊരു ദേശം. അദ്ദേഹം ചോദിച്ചു, എൻ്റെ സഹോദര സലോമോനെ, ഞാൻ നല്ല 1-ാം തരം സർലപുരുഷം തന്നിട്ട് താൻ ഇതാണോ എനിക്ക് തന്നെ, ഇതാർക്ക് വേണം, താൻ എടുത്തോന്നും പറഞ്ഞ് പുള്ളിക്കാരൻ തിരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ആർക്കും വേണ്ടാതെ കാബൂൾ ദേശം എന്ന് പേരിട്ട ദേശം അങ്ങ് ബേത്ലഹേമിൽ പിറന്ന യേശു തൻ്റെ സ്ഥലമായി തിരഞ്ഞെടുത്തു. വാസ്തവത്തിൽ യേശു അറിയപ്പെടേണ്ട ബേത്ലഹേമിനായ യേശു എന്നാണ്. പക്ഷേ ആർക്കും വേണ്ടാത്ത കാബൂൾ ദേശം തിരഞ്ഞെടുത്തിട്ട് താനെ ഗലീലക്കാരനെന്നും നസറേത്തുകാരനെന്നും പേരറിയാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി നെല്ലിമലക്കാരോട് എനിക്ക് ആരംഭത്തിൽ ഒരു ദൂത് പറയാനുണ്ട്. ആർക്കും വേണ്ടാത്തതിനെ തേടി വന്ന് സ്വന്തമാക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരാ കരം ഉയർത്തി ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്തതിനെ തേടി വരുന്ന കർത്താവ്. അക്കാലത്ത് ഒരു പഴഞ്ചൊല്ലുണ്ട്, നീയും ഗലീലക്കാരനോ, ഗലീലയിൽ നിന്ന് വല്ല നന്മയും വരുമോ, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നൊക്കെ ചോദിച്ച് ഗലീലക്കാരെ വളരെ പുച്ഛമായി കാണുന്ന ഒരു കാലഘട്ടം. സ്തോത്രം. അവിടെയാണ് കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. കർത്താവ് പിറന്നത് ബേത്ലഹേമിലാണെങ്കിലും 2.5 വയസ്സോളം പ്രായമാകുമ്പോൾ തന്നെ കൊല്ലും എന്ന് അന്ന് ഭരിക്കുന്ന ഹേരോദാവ് തീരുമാനമെടുത്തത് അറിഞ്ഞിട്ട് സ്വപ്നത്തിൽ യോസഫിന് ദൈവം വെളിപ്പെട്ടു. യോസഫ് പറഞ്ഞു, യോസഫേ, കുഞ്ഞിനെ കൊന്നുകളയുവാൻ ഹേരോദാവ് പ്ലാനിട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ മറിയേയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോണം. അങ്ങനെ രാത്രിയിൽ ഹേരോദാവിനെ ഭയപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിലായിരിക്കുമ്പോൾ ഹേരോദാവ് മരിച്ചെന്നുള്ള അറിവ് കിട്ടിയപ്പോൾ എൻ്റെ മകനെ ഞാൻ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തും എന്ന പ്രവചനം നിവർത്തിക്കാൻ ഒരല്ലേലൂയ പറയണം. എൻ്റെ മകനെ ഞാൻ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തും എന്ന പ്രവചനം നിവർത്തിപ്പാൻ യേശുവിനെ ഹേരോദാവ് മരിച്ചപ്പോൾ തിരിച്ചു വരുത്തിയ കർത്താവ് നേരെ പോകേണ്ട വാസ്തവത്തിൽ ബേത്ലഹേമിലേക്കാണെങ്കിലും അവൻ നേരെ പോയത് നസറേത്തിലേക്കാണ്.
കാബൂൾ ദേശമെന്ന് പറയുന്ന അജ്ഞതയുടെ ദേശത്തേക്ക് പോയി. അവിടെ ആകെ ജനത്തിന് അറിയാവുന്ന ഈ അരാമ്യ ഭാഷ മാത്രമേ ഉള്ളൂ. അവിടേക്ക് യേശു പോയി. അവിടെ യേശു വളർന്നിട്ട് 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട ശേഷം തിരിച്ച് നസ്രത്തിൽ, താൻ പാർത്ത നസ്രത്തിൽ വന്നു. അവിടെ വന്ന് തിരുവെഴുത്ത് അങ്ങോട്ട് തുറന്നു. തിരുവെഴുത്ത് തുറന്ന് അങ്ങോട്ട് വായിച്ച് കേൾപ്പിച്ചു. തന്നെ കുറിച്ച് എഴുതിയ ഭാഗം വായിച്ച് പുസ്തകക്കാരൻ്റെ മടക്കി കൊടുത്തു. എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു. ഉടനെ കർത്താവ് ലൂക്കോസ് 4:25 വാക്യം ഒന്ന് വായിച്ച് നമുക്ക് വേഗം മടങ്ങി വരാം. ലൂക്കോസ് 4:25. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരാപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് വായിച്ച വേദഭാഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത 2 വിഷയങ്ങൾ കർത്താവ് പറയുകയാണ്. ആദ്യത്തെ കന്നി പ്രസംഗമാണ്. കന്നി പ്രസംഗം ശ്രദ്ധിക്കണം. എന്താ പ്രസംഗിച്ചത്? ഏലിയാവിൻ്റെ കാലത്ത് 3 ആണ്ടും 6 മാസവും ആകാശം അടഞ്ഞു. 2, സരാഭാത്തിൽ, സീദോനിലെ സരാഭാത്തിൽ നിരവധി വിധവമാരുണ്ടായിരുന്നു. എങ്കിലും സരാഭാത്തിലെ വിധവയുടെ അടുക്കലേക്ക് അത്രേ ഏലിയാവിനെ ദൈവം അയച്ചത്. 2 കാര്യങ്ങൾ ഈ വായിച്ച വേദഭാഗത്തിൽ ഏലിയാവില്ല. പക്ഷേ 2 കാര്യങ്ങൾ യേശു പറഞ്ഞത് 2 ഏലിയാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ആഗാബ് ഇസബേൽ കൂട്ടുകെട്ട്. ഇസബേൽ എന്ന് പറഞ്ഞ സീദോന്യ രാജാവായ എക്ബാലിൻ്റെ മകളാണ്. അക്കാലത്തെ ഏറ്റവും സുന്ദരിയായ ഒരു രാജകുമാരി. 12 ഗോത്രങ്ങളുടെ രാജാവായിരിക്കുന്ന ആഗാബിന് സീദോൻ ഭരിക്കുന്ന എക്ബാലിൻ്റെ മകൻ ഇസബേലിനെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവർ 53 ഗോത്രങ്ങളുണ്ട്. ഈ എക്ബാലിൻ്റെ ആൾക്കാർ 53 ഗോത്രങ്ങളുണ്ട് ജാതിയിൽ. ഇവൻ പാർക്കുന്ന രാജ്യത്ത് 12 ഗോത്രമേ ഉള്ളൂ. 12 ഗോത്രക്കാരൻ 53 ഗോത്രക്കാരുള്ള എക്ബാലിൻ്റെ മോളെ കെട്ടിയപ്പോൾ ഇവൻ്റെ ഗോത്രങ്ങളുടെ എണ്ണം 53 അധികം 12 സമം 65. എൻ്റെ കൂടെ ഒന്ന് വരണേ, ചരിത്രം പറയാണേ. ഇപ്പൊ പുള്ളി ഒറ്റ ദിവസം കൊണ്ട് 65 ഗോത്രങ്ങളുടെ നേതാവായിട്ട് മാറി. എക്ബാൽ പറഞ്ഞ് പെണ്ണിനെ തരാം, പക്ഷെ സ്ത്രീധനമായിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ കുറേ ദൈവങ്ങളെ ലോഡായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. സ്തോത്രം. പിന്നെ ഞങ്ങളുടെ പ്രവാചകന്മാരെയും കുറച്ച് പേരെ കൊണ്ടുപോകണം. ഒരു 400 കള്ളപ്രവാചകന്മാരെയും 450 അസേര പ്രവാചകന്മാരെ കൂട്ടി 850 പേരെ കുറച്ച് വണ്ടിക്കകത്ത്. സ്തോത്രം. ടൺ കണക്കിന് ദൈവങ്ങൾ, ബാലും അസേരയും എല്ലാമായിട്ട് ഒരു പരിവാരത്തോടെ വന്നിട്ട് സത്യദൈവത്തെ ആരാധിക്കുന്ന ദേശത്ത് അന്യാരാധന പ്രബലപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം ഒന്ന് മഴയുടെ ദൈവം, ഒന്ന് തീയുടെ ദൈവമാണ്. അപ്പം ഈ ദേവന്മാരെ പ്രസാദിപ്പിക്കാൻ 365 ദിവസം ഇങ്ങനെ യാഗങ്ങൾ നടക്കണം. യാഗം നടക്കുന്നത് ആരുടെ മേൽ ചീട്ട് വീഴുമോ അവനാ യാഗമാകുന്നു. ഒരുത്തൻ യാഗമാകുമ്പം അവൻ്റെ ഭാര്യ വിധവയാകുക. അതാ യേശു പറഞ്ഞ അനേക വിധവന്മാർ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നത് വിധവന്മാരെ സൃഷ്ടിക്കുന്ന ഒരു ഇസബേലി വ്യാപാരം. പ്രൈസ് ദി ലോർഡ്. ദേശത്ത് അന്യാരാധനയ്ക്ക് ചൂട്ടുപിടിക്കുന്ന ഒരു ഇസബേലി വ്യാപാരം. അതൊക്കെ വെട്ടാനായി രാത്രി വന്ന് സ്റ്റേജിൽ നിൽക്കുന്ന, അല്ലാതെ കഥ പറഞ്ഞു പോകാനല്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിന്റെ മിനിസ്ട്രി ബലപ്പെടാതെ, നിന്റെ ശുശ്രൂഷ ശോഭിക്കാതെ, നിന്റെ അഭിഷേകം ശക്തിയോടെ അത് ജ്വലിച്ചു വരാതെ വ്യാപരിക്കുന്ന ചില ഇസബേലിയ ശക്തികളെ ഇന്ന് രാത്രി വെട്ടാൻ കരുത്തുള്ളവൻ ഇവിടെ ഉണ്ടെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. അന്യാരാധന പ്രബലപ്പെടുന്നിടത്ത് ഇന്ന് രാത്രി ദൈവാരാധന ശക്തിപ്പെടണമെങ്കിൽ ഒന്നും അങ്ങോട്ട് പറയാൻ കൊള്ളത്തില്ല. പറയാവുന്ന എല്ലാം പറയാം. ചിലർ പ്രവാചകന്മാരിൽ ഒരാളാണെന്നാണ്
പറയുന്നത്. ചിലർ രമ്യാവാന്നും, ചിലർ ഏലിയാവാന്നും, ചിലർ ഈ കഴിഞ്ഞ ദിവസം കരുത്ത് വെട്ടിക്കളഞ്ഞ് യോഗന്നാൻ തിരിച്ചു വന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ ഉണ്ണീശോ ആണെന്നും, ചിലർ മറിയയുടെ മോനാണെന്നും, ജോസഫിൻ്റെ മോനാണെന്നും, തച്ചൻ്റെ മോനാണെന്നും, പിന്നെ ചിലരൊക്കെ വേശ്യാപുത്രനാണെന്നൊക്കെ പറഞ്ഞു. ഈയിടെ ഒരുത്തൻ ബെയൂസബേലാണെന്നും. ഹലോ, പ്രൈസലോ, പ്രൈസലോ. നമ്മളെ അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളറിയാത്തതുകൊണ്ടാണ്. കർത്താവ് പറഞ്ഞ നാട്ടുകാരെന്തേലുമൊക്കെ പറയട്ടെ, നീ തിരിച്ച് കമൻ്റ് ഇടാൻ പോകണ്ട, നിങ്ങളെന്നെ കുറിച്ച് തന്നെ പറയും. അപ്പോൾ 11 പേരും കൂടെ മിണ്ടാതിരുന്നു. കാരണം ഞങ്ങളെതിരെ അഭിപ്രായം ഒന്നുമുള്ളവർ അല്ല. നാട്ടുകാരെന്തോ പറഞ്ഞ അഭിപ്രായത്തിൽ ഞങ്ങളും ഉണ്ട്. ഒരല്ലലിയ പറഞ്ഞേ. പത്രോസ് പറഞ്ഞു, എനിക്ക് അഭിപ്രായമാണ്, നീ ജീവനുള്ള, അത് തന്നെ ഇന്ന് രാത്രി പ്രസംഗിക്കാനുള്ള വാക്യാണ്. ഞാൻ പ്രസംഗിക്കുന്നത് ചത്ത ദൈവത്തെക്കുറിച്ചല്ല, ജീവനുള്ള സ്വത്രം പറയണം. നീ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ അവൻ ഉലാപിക്കൊണ്ടിരിക്കുകയാന്നേ. നിന്റെ പ്രശ്നങ്ങളെ അവൻ തൊട്ടുകൊണ്ടിരിക്കുക, നിന്റെ വേദനകളെ അവൻ തൊട്ടുകൊണ്ടിരിക്കുക, നിന്റെ രോഗങ്ങളെ അവൻ തൊട്ടുക. അവൻ ജീവനുള്ളവനാ. മനസ്സിലാകുന്ന ദൈവത്തെ സ്തുതിച്ച്, നീ ജീവനുള്ള ദൈവത്തിന്റെ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, പുത്രനായ ക്രിസ്തുവാന്ന് പറഞ്ഞു. യേശുവിനെ പത്രോസ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ക്രിസ്തു എന്ന് ഏറ്റു പറഞ്ഞപ്പോൾ, ഒന്നുകൂടെ ഞാൻ ആ പദം പറയുന്നു. ശീമോൻ പത്രോസ്, ബെറയോനാ ശീമോൻ ആയ പത്രോസ് ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിച്ച് വാ കൊണ്ട് ഞാൻ വിശ്വസിച്ച യേശു ക്രിസ്തുവാണ് എന്ന് ഏറ്റു പറയും. കർത്താവ് താക്കോൽ പിടിച്ചോളാം. ഇത്രയുള്ള കാര്യം, താക്കോൽ പിടിച്ചോളാം. നിനക്ക് അരാമ്യ ഭാഷ അറിയത്തുള്ളൂ, മീൻപിടുത്തമേ അറിയത്തുള്ളൂ. പക്ഷെ ഞാൻ ഇന്ന് നിന്നെ മറ്റൊരാളാക്കുക. ഞാൻ ക്രിസ്തുവാന്ന് നിനക്ക് മനസ്സിലായല്ലോ. താക്കോൽ കൈ പിടിച്ചോ. നീ അഴിച്ച സ്വർഗത്തിലഴി, നീ കെട്ടിയ സ്വർഗത്തിൽ ഒരല്ലലിയെ പറയണം. ഇന്ന് രാത്രിയിൽ നീ ഇരിക്കുന്ന ഇരിപ്പ് ക്രിസ്തുവെന്നൊന്ന് പറഞ്ഞാൽ ഏതു വലിയ കെട്ടും ഇന്ന് രാത്രി അഴിയും. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. യേശുവിനെ ക്രിസ്തുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, ആ കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ സ്വർഗ താക്കോല് കൈമാറി. ഹല്ലേലൂയ. അപ്പൊ ഏത് ഗലീലയിൽ വെച്ച താക്കോല് കൈമാറിയോ, അതേ ഗലീലയിലെ ഒരു മലയുടെ താഴ്വരയിൽ കൊണ്ടുവന്നിട്ട് യേശു പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും നിങ്ങൾ പറ. ഇന്ന് രാത്രി നീ ചുമക്കുന്ന യേശുവിന് അല്ല, നിന്നെ ചുമക്കുന്ന യേശുവിന് ചെറിയ ചുമയും പനിയും മാറുന്ന അധികാരമല്ല, ഒരു ക്യാൻസറും ട്യൂമറും മാറുന്ന അധികാരമല്ല, ബാങ്കിലെ ജപ്തി ഒഴിവാക്കുന്ന അധികാരമല്ല, നിന്റെ കൊച്ചിൻ്റെ കല്യാണം നടത്തുന്ന അധികാരമല്ല, നിന്റെ കൊച്ചിനെ PR അടിപ്പിക്കുന്ന അധികാരമല്ല. സ്വർഗത്തിലുള്ള സകല അധികാരം. സന്തോഷമുള്ള ആരാധിക്കാവുള്ളൂ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. നീ സേവിക്കുന്ന യേശു ആരാന്ന് നീ രാത്രി അറിയണം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും, ഓ റബലമന ഗദര റൗഷാരമന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വിടുതൽ നടക്കുന്നുണ്ട് കേട്ടോ. ഞാനത് ആത്മാവിൽ എൻ്റെ ശരീരത്തെ അറിയുന്നുണ്ട്. ഭയങ്കര വിടുതലുകൾ. നിനക്ക് സാധ്യതയില്ലെന്ന് പറഞ്ഞ മേഖലകളിൽ ഇന്ന് രാത്രി ആ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലെങ്കിൽ മൗനമായിരിക്കാതെ ഇതിനകത്ത് ദൈവത്തെ സ്തുതിച്ചു. ആർക്കും തുറക്കാൻ കഴിയാത്ത ചില മേഖലകളിൽ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. അതവിടെ നിൽക്കട്ടെ. യേശുവിന്റെ കന്നിപ്രസംഗം ഏലിയാവിൻ്റെ കാലത്ത്. ഏലിയാവിൻ്റെ നീ ഒരു കാലത്തിൻ്റെ ശബ്ദമായി മാറണേ. പ്രൈസ് ദി ലോർഡ്. ജേക്കബ് കുറിയാക്കോസിൻ്റെ കാലം എന്ന് പറഞ്ഞ സഭക്കാർ 3 വർഷം ഇരുന്നാൽ മതി. പക്ഷെ 3 വർഷം സഭക്കാർ പറഞ്ഞ ഞങ്ങളുടെ ജേക്കബ് കുറിയാക്കോസുബാസോയുടെ കാലത്ത്. ഹലോ, പ്രൈസ് ദി ലോർഡ്. നീ ഒരു ചരിത്രമായി മാറണം. നീ ഒരു കാലത്തിൻ്റെ ശബ്ദമായി മാറണം. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ചുമ്മാ തിന്ന് വീർത്ത് ഈ ഹോർമോണുള്ള ചത്ത കോഴിയെല്ലാം നീ ഒരു പരുവത്തിലാകാതെ നീ ഒരു ചരിത്രമായി മാറാൻ, നീ ഒരു ശബ്ദമായി മാറാൻ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് നിന്നെ കൊണ്ടൊരു ചരിത്രം എഴുതിക്കാൻ ദൈവത്തിന് ഈ രാത്രി പദ്ധതിയുണ്ട്. അപ്പൊ ഈ 7000 അഭിഷക്തന്മാരെ പൂട്ടിക്കെട്ടി പെരയ്ക്കകത്ത് വെച്ചിരിക്കുമ്പോൾ, അന്യാരാധന പ്രബലപ്പെട്ട് ഒത്തിരി വീട്ടിൽ ബദവന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ,
ഒരു ഭക്തൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇസബേലല്ല, ആഗാബല്ല, അസേരയല്ല, ബാലല്ല, മുട്ടുമടക്കുന്ന ഞാനാ തീരുമാനിക്കുന്നത്. ഈ രാത്രി എത്ര പേര് പറയാൻ തയ്യാറുണ്ട്? കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണെന്ന്. ഈ ദേശത്തെ ചില വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഈ രാത്രി തയ്യാറുള്ളവരുണ്ടെങ്കിൽ മുഴങ്കാലിൽ ഇരിക്കുന്നവനാ കാര്യം തീരുമാനിക്കുന്നത്. വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഇതൊരു സാധാരണ മീറ്റിംഗ് അല്ല, ഇതൊരു അസാധാരണ മീറ്റിംഗ് ആക്കി മാറ്റാൻ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ഒരു പകർച്ച ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ! ഓ ജീസസ്, പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് ദൂത് പറഞ്ഞു, കൊട്ടാരത്തിൽ കയറി ദൂത് പറഞ്ഞിട്ട് അവനൊരു കൊടുങ്കാറ്റ് പോലെ കയറി വന്ന് കൊടുങ്കാറ്റ് പോലെ ഇറങ്ങിപ്പോയി. ഇവനെ കൊണ്ട് താമസിപ്പിച്ചത് അങ്ങ് ഉഗാണ്ടയിലൊന്നും അല്ല കേട്ടോ, ഈ കൊട്ടാരത്തിൻ്റെ തൊട്ടുപുറകിൽ, കൊട്ടാരത്തിൻ്റെ തൊട്ടുപുറകിൽ ഈ കേരി തോടിൻ്റെ അടുത്ത് ഇസ്രായേലിൻ്റെ ആരാധനയൊക്കെ കഴിയുമ്പോഴത്തെ ഈ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടിരുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഈ മലങ്കാക്കകൾ ഒത്തിരി പാർക്കുന്ന സ്ഥലമാണ്. ദുസ്സകുന പക്ഷി എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ വായിച്ച്. എന്താണ് അതിനെ കാണാൻ കൂടെ, കണ്ടാൽ അന്നത്തെ ദിവസം ഗതികേടാണ്. അതാ മലങ്കാക്ക, ദുസ്സകുന പക്ഷിയാണ്. സ്തോത്രം. ഇപ്പം നമ്മുടെ കുറിയാക്കോസ് ഭാഷയിലാണ് ആഹാരം കൊടുത്ത്, ഞാനാണ് ഏരിയാവെന്നിരിക്കട്ടെ എൻ്റെ ഈ തന്നിരുന്നെങ്കിൽ അദ്ദേഹം എന്നും രാവിലെയും വൈകിട്ടും വരുന്ന വഴിയിലൊരു വഴിയുണ്ടായേനെ, നടപ്പാത ഇല്ലേ, എന്തോ പറയുക, നടപ്പാത. പക്ഷി പോകുന്ന വഴി കണ്ടിട്ടുണ്ടോ? ഇല്ല. ആകാശത്തിലെ പറവയുടെ വഴി, പാറയിലെ പാമ്പിൻ്റെ വഴി, വെള്ളത്തിലെ മത്സ്യത്തിൻ്റെ വഴി നിനക്കറിയാത്തതുപോലെ വഴി ഉണ്ടാക്കാത്തവൻ്റെ കയ്യിൽ ആഹാരം കൊടുത്തു. സ്തോത്രം പറയണം. പിന്നെ ഞാനാണ് കേരിയതോട് ഇരിക്കുന്നതെന്ന് ഇരിക്കട്ടെ, ഹലോ, നമ്മുടെ ജേക്കബാസാണ് ആഹാരം കൊണ്ട് വരുന്നതെന്നിരിക്കട്ടെ, 10 ദിവസം ഇങ്ങോട്ടും 10 ദിവസം അങ്ങോട്ടും പോകുമ്പോൾ ഓട്ടോമാറ്റിക് എന്തോ ഉണ്ടാകും പറഞ്ഞേ. അപ്പോൾ ഈ ആഹാവിന് മനസ്സിലാക്കും ഈ വഴിക്കൂടാണ് പോണ ഏലിയാവ് അവിടെ. പിന്നെ നിൻ്റെ കണ്ണ് മറച്ചല്ലേ ഭക്തനെ ഇരുത്തുന്നേ, നീ മഷി ഇട്ട് നോക്കിയാൽ കാണത്തില്ല. സ്തോത്രം പറയണം. പിന്നെ ഇസബേലിൻ്റെ കണ്ണ് മറച്ച്, അവളാണെങ്കിൽ കണ്ണ് കാണാൻ വേണ്ടി പുരികൊക്കെ വടിച്ച് കണ്ണെഴുതി. ഓക്കെ, ഹലോ, എറുകണ്ണിട്ട് നോക്കുന്ന പുള്ളിക്കാരിയാ. സ്തോത്രം. അങ്ങനെ എഴുതിയേക്കുന്നേ. അവിടെ എല്ലാം കണ്ണിന് മറച്ചിട്ട് തൊട്ടടുത്ത് പാർപ്പിച്ചിട്ട് ഈ ദുശകുന പക്ഷി നാട്ടുകാർ വിളിക്കുന്ന കാക്കടയിൽ ആഹാരം കൊടുത്തു വിട്ടു. ദൈവത്തിൻ്റെ പദ്ധതികളെ ഒരല്ലുലിയ പറയണം. ആ സംശയം തോന്നാത്ത നിലയിലാണ് ഭക്തനെ പുലർത്തുന്നതേ. നല്ല അല്ലുലിയ രാത്രി പറയണം കേട്ടോ. ഹല്ലേലൂയ. ഭക്തനെ തമ്പുരാൻ പുലർത്താൻ തീരുമാനിച്ചാൽ ഒരു ടെക്നോളജിക്കും ഇതാരാന്ന് പിടികിട്ടത്തില്ല. 2, ആഹാരത്തിൻ്റെ ഒരു ക്രമം ബെന്തിക്കോസുകാർ പഠിക്കാൻ വേണ്ടി അതിനകത്തുണ്ട്. ഏലിയാവിന് കാക്ക പറഞ്ഞേ രാവിലെയും വൈകിട്ടും. അപ്പോൾ ഉച്ചയ്ക്ക് ആഹാരമില്ലായിരുന്നു, 4 മണിക്ക് ആഹാരം ഇല്ലായിരുന്നു. ഒരു അല്ലലിയ പറഞ്ഞ് നമ്മൾ 5 നേരം കഴിച്ചിട്ടും നമുക്ക് തൃപ്തിയാകുന്നില്ല. ഷുഗറും കൂടി, കൊളസ്ട്രോളും കൂടി, പ്രഷറും കൂടി ഒരു പരുവത്തിലായി. ഇപ്പോൾ ഈ കാലിന് നമ്മുടെ വയറ് താങ്ങാൻ വയ്യാത്തതുകൊണ്ട് പലർക്കും മുട്ടിനകത്ത് വേദന, ചിരട്ട മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. ഈ തൂക്കമെല്ലാം കൂടെ പരിഹരിക്കാൻ വേണ്ടി മുട്ടുചിരട്ട ഇരുമ്പാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളും മിണ്ടുന്നില്ല. ഒരല്ലിയ പറഞ്ഞേ. പക്ഷെ ദൈവത്തിൻ്റെ ആഹാരക്രമം ജീവിക്കാൻ 2 നേരം മതി, രാവിലെ കാക്ക, വൈകിട്ട് കാക്ക. ഒരല്ലിയ പറഞ്ഞേ. എല്ലാവരും ഇത് പാലിക്കാമേ. ഷുഗറെല്ലാം കുറേ കേട്ടോ. ഒരു നല്ല അല്ലരിയെ പറയണം. ഞാൻ ഇടയ്ക്ക് അങ്ങ് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. അതിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ കേരിതിലെ വെള്ളം വറ്റിച്ചിട്ട് തമ്പുരാൻ പറഞ്ഞു, ഇനി ഒരു യാത്രയുണ്ട്, പക്ഷെ നീ സീദോനോട് ചേർന്ന് നടക്കണം. എവിടുന്നാണോ ഇസബേൽ ഇങ്ങോട്ട് വന്നത്, സീദോന്യ രാജാവിൻ്റെ എക്ബാലിൻ്റെ മകളായതുകൊണ്ട് നീ ഇനിയും ഇവിടെ കയറി ദൂത് പറഞ്ഞു, അതിൻ്റെ സംരക്ഷണവും കഴിഞ്ഞു. അടുത്ത പദ്ധതി, ഈ ഇസബേൽ വിധവമാരാക്കിയ ആളുകളുണ്ട്, അതിൽ പ്രാർത്ഥിക്കുന്നൊരു വിധവ എനിക്കുണ്ട്. നീ ആ സീദോനോട് ചേർന്ന് നടന്നു പോകുമ്പോൾ നിന്റെ ഉള്ളങ്കാല് പതിയുന്ന സീദോന്യ വ്യാപാരങ്ങളെയൊക്കെ ഞാൻ വെട്ടി നിന്നെ ആ ഭവനത്തിൽ കൊണ്ടേ ആക്കിയിട്ട്, നല്ല സ്വോത്രം ഈ രാത്രി പറയണം. ഇന്ന് രാത്രി ചില ഭവനങ്ങളിലേക്ക് പോകാൻ പറഞ്ഞാൽ നീ പൊക്കോണം. ആ പാതയിൽ കുടിയിരിക്കുന്ന കുടിയിരിപ്പിനെ അഴിച്ച് നിന്നെ അനുഗ്രഹിപ്പാൻ എൻ്റെ യേശു മതിയായവൻ. നല്ല സ്വോത്രം പറഞ്ഞേ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഓർത്തോണം, ഹല്ലേലൂയ, യേശു പ്രസംഗം തുടങ്ങിയത് അന്യാരാധനയ്ക്കെതിരെ
ശക്തമായി ദൈവം ഉപയോഗിച്ച ചരിത്ര പുരുഷനായ ഏലിയാവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ദൂത് അവസാനിപ്പിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. ദൂത് അവസാനിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? അരാമ്യ ഭാഷ മാത്രം ഒരുമാതിരി പറഞ്ഞൊപ്പിക്കുന്ന ശിഷ്യന്മാരോട് ഉണ്ടായിരുന്ന ലാസ്റ്റ് പൈസ അടിച്ചുകൊണ്ട് കൊണ്ട് പള്ളി കളഞ്ഞും വെച്ച് കെട്ടിയാന്നവൻ പോയി, ഒന്നുമില്ലാതിരിക്കുന്നു. ഇന്ന് മീൻ പിടിച്ച് ചെകളയ്ക്കകത്ത് ചതുർതമ്മ കിട്ടിയില്ലേ, കരം കൊടുക്കാൻ പൈസ ഇല്ലാത്ത കുറേ പുള്ളികൾ. ഹലോ, സാഹിത്യത്തിൽ പ്രസംഗിക്കാൻ കായിൽ തുടങ്ങി കായിൽ അവസാനിപ്പിക്കാനോ, ചായയിൽ തുടങ്ങി ചായയിൽ അവസാനിപ്പിക്കാനോ ഒന്നും അറിയത്തില്ലാത്ത കുറേ പാവങ്ങളായ മുഖുവന്മാർ. പ്രൈസലോ, യഹൂദന്മാരെ അംഗീകരിക്കാത്ത ഗലീലക്കാരൻ. നീയും ഗലീലക്കാരനോ? ഈ നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു നാട്ടിൽ കിടക്കുന്നവരെ ഒലിവുമലയുടെ താഴ്വരയിൽ കൊണ്ടുവന്നിട്ട് യേശു ഒരധികാരം കൈമാറുകയാണ്. ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിങ്ങളതിൻ്റെ 16 വായിച്ചു. എന്നാൽ 11 ശിഷ്യന്മാർ, എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ ഒന്ന് വായിക്കാൻ വേണ്ടിയാ. ഈ സംഭവം എവിടെയാണ്? ഗലീല എന്താണ്? കാബൂൾ ദേശം, അന്ധതമസ്സുള്ള ദേശം, കൂരിട്ടുള്ള ദേശം, അവജ്ഞയുള്ള ദേശം, അജ്ഞാനിയുള്ള ദേശം, ഭാഷാപരിജ്ഞാനമില്ലാത്ത ദേശം, പണ്ഡിതന്മാരില്ലാത്ത ദേശം. ഒരല്ലേ പറഞ്ഞേ, ഒന്നുമില്ലാത്തിടത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞു, എനിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നു. ഈ രാത്രി പ്രാർത്ഥിച്ചേ, നീ സേവിക്കുന്ന ദൈവം ഒരു സാധാരണ ദൈവമല്ല. സ്വർഗത്തിലും ഭൂമിയിലും, ഹല്ലേലൂയ പറയണം, സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് സകല അധികാരവും ലഭിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ആ കരം നിനക്ക് വേണ്ടി ചലിക്കുകയാ. ഏത് അന്ധകാര മണ്ഡലമായാലും അധികാരത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ ഈ ദൂതം വന്ന് നാട്ടുകാരെ വിളിച്ചെന്തുവാ? കർത്താവ് ഇത് പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോയി. ഒരു മേഘം വന്ന് അവനെ മറച്ചപ്പോൾ ദൂതം വിളിച്ചെന്തുവാ? യഹൂദന്മാരെന്നാണോ? സ്വത്രം പറഞ്ഞേ. ശമരിയാക്കാരെന്നാണോ? അല്ല, എന്താ വിളിച്ചേ? ഗലീല പുരുഷന്മാരെ. ഒരല്ലേ പറഞ്ഞേ. ഓ, എനിക്ക് വലിയ സന്തോഷമാ കർത്താവ്. ഞാനും നമ്മുടെ PG സാറൊക്കെ വേറും മലയോരം കേട്ടോ. ഇവിടെയൊക്കെ ജീവിക്കാൻ മാർഗമില്ലാഞ്ഞിട്ട് മലയോരത്ത് കൃഷി നടത്താൻ വേണ്ടി കന്നാലിയെ വളർത്താനും കപ്പയും ചേമ്പും കാച്ചിലും പയറും ഒക്കെ നട്ടിട്ട് അത് പറിച്ചുകൊണ്ട് ചെറുപള്ളി കൊണ്ട് കൊട്ടയ്ക്കകത്ത് വിറ്റിട്ട് വേണം മീനും മേടിച്ചുകൊണ്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ചോറ് തന്ന ആഹാരം തരാൻ. അങ്ങനെ പോയ മലയോര കർഷകരുടെ മക്കളാണ്. അവിടുന്ന് PG സാറും PC ചെറിയാനും PM ഫിലിപ്പും ഒക്കെ ഇങ്ങനെ വരുമെന്ന് നമ്മൾ വിചാരിച്ചാണ്. ഹലോ, ആണോ ചാ? ഒരല്ലേലിയ പറഞ്ഞു, നിന്റെ ദേശത്തിൻ്റെ അഡ്രസ്സ് ദൈവം മാറ്റും. സ്വോത്രമേ രാത്രി പറയണം, നിന്റെ തലമുറയുടെ അഡ്രസ്സ് ദൈവം മാറ്റും. വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കാവുള്ളൂ. രണ്ടാമത്തെ രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുക, ചിലരുടെ അഡ്രസ്സ് ചേഞ്ച് ആകാൻ പോകും. എന്ന് രാത്രി നീ വിശ്വസിച്ചാൽ മതി കേട്ടോ. ഗലീലക്കാരൻ്റെ ചരിത്രം ദൈവം മാറ്റിയെങ്കിൽ നിന്റെ ചരിത്രവും ഇന്ന് രാത്രി ദൈവം മാറ്റുമെന്ന് ഉറപ്പുള്ളവര് ആ നിൽക്കുന്നിടത്തോ ഇരിക്കുന്നിടത്തോ കരമടിച്ചൊന്ന് ആരാധിച്ചോ. നിന്റെ അഡ്രസ്സ് ദൈവം മാറ്റാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഓ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ഗലീല പുരുഷന്മാരായ 11 പേരെ യേശു അടുക്കലോട്ട് വിളിച്ചു. യേശു അടുത്ത് ചെന്നു. എന്താ പറഞ്ഞത്? ആകയാൽ നിങ്ങൾ, എനിക്ക് അധികാരം കിട്ടിയത് കൊണ്ട് നിങ്ങൾ. ഹലോ, അതോടെ ആവർത്തിക്കുന്ന പദം, എനിക്ക് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ലഭിച്ചതുകൊണ്ട് നിങ്ങൾ പുറപ്പെടണം. അധികാരമുള്ള ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും പുറപ്പെടുന്ന നിന്റെ കൂടെയുണ്ട്. ഒരലലി രാത്രി പറയണം. ഒന്നുകൂടെ ഞാൻ ആ പദം ആവർത്തിക്കുന്നു. അധികാരമുള്ള ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും എന്റെ വാക്ക് കേട്ട് പുറപ്പെടുന്ന നിന്റെ കൂടെ ഉണ്ട് എന്ന് യേശു പറയും. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ നടത്തുന്ന ഒരു യേശു ഉണ്ട്, എന്നെ നയിക്കുന്ന ഒരു യേശു ഉണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്നേഹിതന്മാരിൽ നല്ല കാശുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ.
നിങ്ങളുടെ വീട്ടിൽ 120 പേർക്ക് ഇരുന്ന് ആഹാരം കഴിച്ച് പ്രാർത്ഥിക്കാവുന്ന മുറിയുള്ളവരൊന്ന് കൈപൊക്കിക്ക്. കുമ്പനാട് 120 പേർക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥന നടത്താവുന്ന മുറിയുണ്ടോ? ഉണ്ടോ ചാ? അല്ല, ഞാൻ ജോർജ് എബ്രഹാം മാത്യു പാസ്റ്റർ നമ്മുടെ സഭയിലുണ്ടോ? ഇല്ലല്ലേ. യേശുവിൻ്റെ കാലത്ത് മർക്കോസിൻ്റെ വീട്ടിലെ ഒരു മുറി 120 പേർക്ക് ഇരിക്കായിരുന്നു. ഇവിടെ മിണ്ടുന്നില്ല. നമുക്കിപ്പോൾ ഒരു 50 പേർക്ക് ഇരിക്കാവുന്ന മുറിയുള്ളതിനാ ഈ ഞെളിയുന്നേ. 2000 വർഷം മുമ്പേ 120 പേർക്ക് ഇരിക്കാവുന്ന മുറി ഉണ്ടായിരുന്നെന്ന് ഒന്നും മിണ്ടുന്നില്ല. അത് മോളത്തെ മാളിക മുറി, താഴത്തെ നിലയും അടിലത്തെ നിലയൊക്കെ വേറെയുണ്ട്. ഹലോ, നമ്മൾ 2 നില കിട്ടിയപ്പോൾ ഏതാണ്ട് ആകാശം കിട്ടിയ മാതിരിയാണ്. ഒരല്ലേ പറയണേ. എന്നിട്ട് ആ സെറ്റി അഴുക്കാകുമെന്ന് പറഞ്ഞാൽ യോഗം വീട്ടിൽ വെക്കാത്ത. പിന്നെ നമ്മൾ ആകെപ്പാടെ വൈകിട്ട് 6:30 വന്ന് 8:30 പിരിയുന്ന യോഗമാണ്. സ്വതന്ത്രം പറഞ്ഞേ. അതിന് പാക്കറ്റ് വരുന്ന 10 ചപ്പാത്തി, 10 റെഡിമെയ്ഡ് മുട്ട എല്ലാമേ ഉള്ളൂ. പോട്ടെ, എന്തെങ്കിലും ഉണ്ടല്ലോ, അതെങ്കിലും ഉണ്ടല്ലോ. ഒരല്ലേ പറഞ്ഞു. ഈ ഡിസ്പോസബിൾ ഗ്ലാസ്സിലാണ് പാസ്റ്റർക്ക് പോലും കാപ്പി കൊടുക്കുക. ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്ന് ഒന്നാന്തരം പ്ലേറ്റ് കൊണ്ട് ഷോക്കേസ് വെച്ചേക്കാം. ഷോക്കേസ് എന്തിനാന്ന് ഇപ്പോഴും അറിയത്തില്ല. ഷോക്കേസ് പൂക്കളൊക്കെ വെക്കാനാ, അല്ല പ്ലേറ്റ് വെക്കാനാണ്. ഹലോ, പ്ലേറ്റും ഗ്ലാസും വെക്കാൻ അടുക്കളയിൽ വേറെ അലമാരി ഉണ്ടല്ലേ. നമ്മുടെ ധാരണ ഷോക്കേസ് പ്ലേറ്റും ഗ്ലാസും വെക്കാനാണ്. അത് എടുക്കത്തില്ല. എന്നിട്ട് എല്ലാവരും കഴിക്കുന്ന എന്നതിനകത്താണ്. എടാ, ചാകുന്നതിന് മുമ്പേ ആ ഗ്ലാസ് വെള്ളം കുടിച്ചു ചാക്. അല്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ചാകുന്നതിന് മുമ്പേ ആ പ്ലേറ്റിൽ ഒരു ചോറുണ്ട് ചാക്. മിണ്ടുന്നത് ഞാൻ സ്നേഹം കൊണ്ട് പറയാണേ. കഴിഞ്ഞ ദിവസം എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായത്, 3800 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലെ അച്ചായൻ മരിച്ചു. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ വന്നു. അവർ 2 ദിവസം ഞങ്ങൾക്കൊന്നും സമയം തരാതെ മഹാലക്ഷ്മിയിലും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. ആലുക്കാസിലും ഒക്കെ പോയി വെള്ള ചുടിദാറും വെള്ള സാരിയും ഒക്കെ മേടിക്കാൻ വേണ്ടി പിള്ളേർ നടക്കുക. 3 അമ്മക്കൊക്കെ ഒരേ ഡിസൈനുള്ള മുണ്ട്. ഹലോ, ഒരേ ഡിസൈനുള്ള യൂബ. പെൺപിള്ളേർക്കെല്ലാം ഒരേ സൈസിലുള്ള ചുടിദാർ. പിന്നെ ഒരുത്തി പോയി മുടി സ്ട്രെയിൻ ചെയ്യുന്നു, പുരികം പഠിക്കുന്നു, പുട്ടിയിടുന്നു. ഭയങ്കര പരിപാടി. അച്ചാൻ്റെ ശവടക്കാം ആട്ടെ, എന്നാലും നമുക്ക് അവരൊരു ഷോ കാണിച്ചോട്ടെ. അപ്പം ഞാൻ എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ നമുക്ക് ബോഡി എപ്പോഴെടുക്കണം? അത് നമുക്ക് പാർസ 7 മണിക്ക് എടുക്കണം. ഓക്കെ, വീട്ടിൽ ഒരു 7:30 7:45 വീട്ടിൽ കൊണ്ടുവരണം. ഞാൻ ചോദിച്ചു, പെരയ്ക്കകത്തൊരു 20 മിനിറ്റ്. അയ്യോ, ആ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പെരയാണ്. അല്ല, എനിക്ക് അറിയാവുന്നതാണ്. ഒത്തിരി കഷ്ടപ്പെട്ടാണ് വീട് പണിത്. രാപകൽ അധ്വാനിച്ച് മലയിടിച്ച്. അന്നും JCB ടിപ്പർ ലോറി ഒന്നും ഇല്ലെന്ന്. ആ മനുഷ്യനെ മണ്ണെല്ലാം വലിച്ചുണ്ടാക്കി കഷ്ടപ്പെട്ട് ഉറക്കളച്ച് പണിത് വീടിനകത്ത് ഈ പിള്ളേർ ഒരു 20 മിനിറ്റേ വെക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, 1 മണിക്കൂർ? ഈ വേണ്ട, 20 മിനിറ്റ്. അത് പാസക്കൊന്നും പറയാനില്ല, ഞങ്ങളുടെ ഫോട്ടോ എടുക്കാനാണ്. 20 മിനിറ്റ് കൊണ്ട് ഫോട്ടോ എടുത്തിട്ട് പാസ് 90 സംക്രമണം വായിച്ച് പ്രാർത്ഥിച്ച് വെളിയിൽ ഇറങ്ങിയോ. പിന്നെ വെളിയിൽ. അപ്പം ഞാൻ ചോദിച്ചു, വെളിയിൽ എത്ര നേരം? വെളിയിൽ 2 മണിക്കൂർ. അയ്യോ, ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് ഇൻ്റർലോക്കൊക്കെ ഇട്ടുണ്ടാക്കിയ മിറ്റം. ആ മിറ്റത്തിൽ 2 മണിക്കൂർ. സ്തോത്രം. ബാക്കി ഹോളി കൊണ്ടുപോയിക്കോളാൻ. അപ്പം നീ ചാകുന്നതിന് മുമ്പേ നല്ല പ്ലേറ്റിൽ ആഹാരമേലും കഴിച്ചേച്ച് ചാക. വീട്ടിൽ വെക്കത്തില്ലെന്ന് ഉറപ്പായല്ലോ. വേണ്ടുന്നില്ല. അല്ല, നീ പണിത് പെരയ്ക്കകത്ത് വെക്കത്തില്ലെന്ന് ഉറപ്പായല്ലോ. ഒരു സ്തോത്രം പറയണം ഇന്ന് രാത്രി. അയ്യോ, നീ കിടന്ന് മരിച്ചെല്ലാം കൂടെ ഉണ്ടാക്കാതെ. ഞാനൊരു സ്നേഹത്തെ ഒരു കാര്യം പറയാം കേട്ടോ. മക്കളെ സ്നേഹിച്ചോ, മരുമക്കളെ സ്നേഹിച്ചോ, കൊച്ചുമക്കളെ സ്നേഹിച്ചോ, എങ്കിലും ഇടയ്ക്ക് ഒരു കൈ തലമുണക്കീഴെ വെച്ച് ഉറങ്ങുന്നത് നല്ലതാണ്. നിൻ്റെ തലയുടെ കീഴെ ഒരു കൈ ഉള്ളത് നിനക്ക് നല്ലതാണ്. ഞാൻ ആ ഭാഗം വിട്ടേക്കുക. എരുവേലി പോകാതിരിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. എനിക്കറിയത്തില്ല എന്നെ ഇതിനിടയ്ക്ക് കയറി വന്നതെന്ന്. എങ്കിലും ഒരല്ലേലിയ പറഞ്ഞേരെ. നിങ്ങളുടെ അന്തരീക്ഷം പോയല്ലോ. പ്രൈസലോ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അയ്യോ, ഞാൻ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ചെന്നപ്പോൾ ഒരു കുപ്പിക്കകത്ത് ഇങ്ങനെ ഇത്രച്ചേ നീളത്തിൽ, ചോക്കിൻ്റെ നീളത്തിൽ ഇങ്ങനെ പഞ്ഞി ചുരുട്ടി വെച്ചേക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, മക്കളെ ഇതെന്തിനാണ്? വല്ല പരുവൊക്കെ ഉണ്ടാകുന്നതിന് ആണി ഊരിക്കളയുമ്പോൾ വെക്കാനുള്ളത് വല്ലതാണോ? തിരി വെക്കാന്ന്? അല്ല പാസ്റ്റങ്ങളെ, മരിക്കുന്നവരുടെ മൂക്കി വെക്കാനാണെന്ന് പറഞ്ഞു. അയ്യോ, നീ അറിയാതെ ഇത്രയും നീളത്തിൽ ചുരുട്ടി വെച്ചേക്കുക. നല്ല സ്വോത്രം ഇല്ലാത്തേ പറയണം. അത് വെക്കുന്നതിന് മുമ്പ് ഒരു അല്ലെലിയ പറയാനാണ് ഞങ്ങൾ ഈ പറയുന്നത്. അയ്യോ, നിർബന്ധിച്ച് അത് തിരികെ കയറ്റി വെക്കുന്നതിന് മുമ്പേ നീ ഒരു നല്ല അല്ലെലിയ പറഞ്ഞ ചാകുന്നേ. നിന്റെ താടിയെല്ലാം കൂടെ നിർബന്ധിച്ച് കെട്ടുന്നതിന് മുമ്പേ നീ ഒരു നല്ല സ്വോത്രം പറഞ്ഞ് ഒന്ന് ആത്മാവിനെ ആരാധിച്ചേച്ച് മരിക്ക്. സന്തോഷമുണ്ട്, കരമടിച്ച് ദൈവത്തെ ആരാധിച്ച്. ഇന്ന് രാത്രി നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്.
അപ്പൊ ഈ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞെ, എനിക്ക് അധികാരം ലഭിച്ചത് കൊണ്ട് നീ ഇനി പേടിച്ചിരിക്കല്ലേ. പേടിത്തുമ്മനായി മുറിയടച്ച് ഹേരോദാവിനെയും പീലാത്തോസിനെയും ഭയപ്പെട്ടിരിക്കരുത്. ഏറെ ഭയപ്പെട്ടിരിക്കരുത്. ഞാൻ അധികാരം തിരിച്ചു പിടിച്ചു. ഹലോ, ഏതനി വെച്ച് ദൂട്ടൻ അപകരിച്ച അധികാരം കാൽവറി ഞാൻ തിരിച്ചു പിടിച്ചു. ഞാൻ തിരിച്ചു പിടിച്ചേച്ച് കല്ലറയിൽ പോയത് കല്ലറയിൽ ഇരുന്ന് ഉറങ്ങാനല്ല, പാതാളത്തിന്റെ അധികാരം തിരിച്ചു പിടിക്കാനായിരുന്നു. ഇന്ന് രാത്രി എന്റെ കയ്യിൽ പാതാള ഗോപുരങ്ങളെ ഇടിക്കുന്ന അധികാരമുണ്ട്. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെങ്കിൽ നിന്റെ നേതാവിന് ഇന്ന് രാത്രി ഒരു അധികാരമുണ്ടെന്ന് ഉറപ്പുള്ളവര്. ഓ റബലമ ശാന്തരാധര വൈഡരമന. നമ്മൾ ഈ വാക്യമൊക്കെ വായിച്ചു പോകുമ്പോൾ വല്ലപ്പോഴും ഇതൊക്കെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഞാൻ ഓർത്തുവെച്ചാൽ ഡിസ്പോസബിൾ ഗ്ലാസ് ഇല്ലാത്ത കാലത്ത് രാവിലെ ഉച്ചയ്ക്കും വേണ്ടും 10 ദിവസം ഉപവാസമായിരുന്നിരിക്കട്ടെ, 10 ദിവസം ഒരു വീട്ടിൽ യോഗം നടക്കുക. ഈ 10 ദിവസവും നമ്മുടെ ഈ മർക്കോസിൻ്റെ അമ്മാമ്മ കടുങ്കാപ്പി കൊടുത്ത് കാണത്തില്ലേ? അല്ല, അവരുടെ ഉള്ള ബാത്റൂമിൽ 120 പേര് കയറി ഇറങ്ങുകയും ചെയ്ത് കാണത്തില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഹലോ, പ്രൈസലോ. സ്വർഗം തീരുമാനിച്ചു, ഞാൻ ആത്മാവിനെ ഇറക്കുന്നെങ്കിൽ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട, ഓ ഹല്ലേലൂയ, ത്യാഗം സഹിച്ചുകൊണ്ട് 120 പേരെ 10 ദിവസം ഉൾക്കൊള്ളാൻ തയ്യാറായ ആ വീട്ടിലായിരിക്കും എൻ്റെ സഭയുടെ ഓപ്പണിങ്. ഒരു നല്ല ഹല്ലേലൂയ രാത്രി പറയണം. നീ ഒന്ന് തുറന്നു കൊടുക്കണേ. ഇന്ന് രാത്രി ആത്മാവ് അതിനകത്തിറങ്ങും. ഇറങ്ങിയ ഇന്ന് രാത്രി ദേശം നിന്റെ മുമ്പിൽ ഓടിക്കൂടും. അവിടെ ലോകപ്രശസ്ത സുവിശേഷ പ്രസംഗകനായ പറയണം എങ്ങനെയാണ് 3000 പേര് 120 പേരുള്ള വീടിൻ്റെ പരിസരത്ത് വന്ന് പത്രോസിൻ്റെ സാക്ഷ്യം കേട്ട് സ്നാനപ്പെടാൻ കാരണമായ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ വേഗം പറയാം. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സാമ്രാജ്യ ഭരണം നടത്തിയത് നെബൂഖദ്നേസർ അല്ല. ബാബേൽ നെബൂഖദ്നേസർ അല്ല. ബാബേൽ സാമ്രാജ്യം ഒന്നാമത്തെ സാമ്രാജ്യമാണ്. നെബൂഖദ്നേസറാണ് ഒന്നാമത്തെ രാജാവെങ്കിലും അതിനു മുമ്പേ ബാബേലി സാമ്രാജ്യമുണ്ട്. അതുണ്ടാക്കിയവൻ്റെ പേര് നിമ്രോദ് എന്നാണ്. കേട്ടിട്ടുണ്ടോ? പിന്നെ നിമ്രോദായിരുന്നു ഏറ്റവും ഒന്നാമത്തെ സാമ്രാജ്യാധിപൻ. അവൻ ഒറ്റ ബിൽഡിങ്ങിനകത്ത് സാമ്രാജ്യം മൊത്തമാക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആരാ ലോകത്തിലുള്ളത്? പണിതങ്ങ് മേളി വരെ പൊക്കി, ആകാശം മുട്ടയെ പൊക്കിയെന്നാണ്. അപ്പൊ തമ്പുരാൻ പാശ കലക്കി. മനുഷ്യന്റെ ആദ്യത്തെ പണി പൊളിച്ചത് പാശ കലക്കിയ. പക്ഷെ യേശു പറഞ്ഞു ഞാൻ പണി. പാശ കലക്കിയ. പക്ഷെ യേശു പറഞ്ഞു ഞാൻ പണി. പാതാള ഗോപുരം അതിനെ പാശ തന്ന പണി തുടങ്ങി. പാശ പൊളിച്ചു മനുഷ്യന്റെ പണി പൊളിച്ചെങ്കിൽ പാശ തന്ന സഭയുടെ പണി തുടങ്ങി. പാശ തന്ന പാട്ട് ക്ലൈമാക്സിലെത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ആവേശം കയറുമ്പം നിങ്ങൾക്ക് പരവേശം ഉണ്ടായിട്ട് 2 മുറിയന്യ ഭാഷ പറയാനല്ല, സ്വതന്ത്രം പറഞ്ഞില്ല. ആവേശവും പരവേശവും കൂടെ കൂടുന്നതല്ല അന്യഭാഷ. ഒരല്ലേ പറഞ്ഞേ. പിന്നെ നീ അഭിഷേകം പ്രാപിച്ച ഭാഷ രാവിലെ വീട്ടിലിരുന്ന് ഭാര്യയും ഭർത്താവും ഒന്ന് പറഞ്ഞേ, വൈകിട്ടൊന്ന് പറഞ്ഞേ, പിള്ളേരെ കൂട്ടിയിരുന്ന ഒരു അന്യഭാഷ പറഞ്ഞേ. അയ്യോ, നിന്റെ കുടുംബത്തിന്റെ കെട്ട ജീവന് മാത്രമല്ല പരിസരം പിടിപ്പിക്കപ്പെടും. അതായിരുന്നു ബെന്തിക്കോസുകാർ. പിന്നെ ബെന്തിക്കോസുകാരുടെ വീട്ടിലെ പിതാക്കന്മാർ അന്യഭാഷയിൽ ആരാധിച്ചപ്പോൾ സമീപത്തുള്ള സാമുദായിക കോട്ടയൊക്കെ പൊളിഞ്ഞെന്ന്. ഇന്ന് രാത്രി നെല്ലിമലയിൽ സാമുദായികമായ അന്യാരാധന ബന്ധനങ്ങളൊക്കെ അഴിയാൻ നീ ആത്മാവിൽ ആരാധിക്കണം. ഇവിടെ 5000 വാട്സിന്റെ സിസ്റ്റം ഇല്ലാതെ 120 പേരെ ആരാധിച്ചത് ബഹുദൂരമെത്തി. ഒരല്ലേ പറഞ്ഞേ, 120 പേരുടെ ആരാധന എവിടെ എത്തി? ബഹുദൂരമെത്തി. അവിടെ ജനം വന്നൊരു പോകാതിരിക്കാൻ ഭയങ്കര പരിപാടി. അൽക്കിട്ടക്കൊട, ആന, അമ്പാരി, കഥാപ്രസംഗം, ബാലെ, നാടകം, ഗാനമേള, ഹലോ, ഡാൻസ്, കുച്ചിപ്പൊടി. ഇപ്പം നമ്മുടെ ഇടയ്ക്ക് തുടങ്ങി പിള്ളേരുടെ വൈപ്പിയൊക്കെ കാണണം. കുച്ചിപ്പൊടിയും ഡാൻസും എല്ലാം ഉണ്ട്. ക്രിക്കറ്റ് വരെ സഭയ്ക്കകത്തായി. എന്നോടൊരു പാസ് പറഞ്ഞാൽ പിള്ളേരെ പിടിച്ചു നിർത്തണ്ടേന്ന്. ഹലോ, പോട്ടെ, എൻ്റെ വിഷയമല്ല കേട്ടോ. നിങ്ങൾ ക്രിക്കറ്റ് നടത്തുമോ?
വോളിബോൾ നടത്തുമോ? സ്തോത്രം പറഞ്ഞേ. സഭ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. സഭയിൽ കൊച്ചു തൊട്ട് വലിയൊരു വരെ അന്യഭാഷ പറയാം. അന്ന് അപ്പച്ചന്മാരൊക്കെ പേടിച്ചാ യോഗത്തിന് വരുന്നേ. കാരണം വീട്ടിൽ അപ്പച്ചൻ്റെ കയ്യെ പിടിച്ചോണ്ടാ ചെറുക്കൻ യോഗത്തിന് വന്നെങ്കിലും ചെറുക്കൻ കോളി വന്നിട്ട് അപ്പച്ചനെ മോനെന്ന് വിളിക്കും. മോനെന്ന് വിളിച്ചിട്ട് തൂത് പറയും. അപ്പച്ചൻ പേടിച്ചിരിക്കുന്ന കൊച്ചൻ എൻ്റെ പേര് വിളിക്കുമെന്ന്. അതായിരുന്നു സഭ, അതായിരുന്നു ബെന്തിക്കോസ്. ഇന്ന് രാത്രി നെല്ലിമലയിൽ ബെന്തിക്കോസ് രണ്ടാമത് വരണം. സന്തോഷമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ആരാധന ബഹുദൂരം എത്തിയപ്പോൾ ബാലെ നാടകവും കുച്ചിപ്പുടിയും ഡാൻസും കണ്ടവരുടെ അവിടെ ഒറ്റ ഓട്ടം ഓടി മർക്കോസിന്റെ മാളികമുള്ള മുറ്റത്ത് വന്ന് കേട്ടോ. അവർ ചോദിച്ചു, സഹോദരന്മാരെ, ഈ സന്തോഷം ഞങ്ങൾക്കൂടെ കിട്ടാൻ ഞങ്ങൾ എന്തോ ചെയ്യണം? അന്നേരം പത്രോസ് മറുപടി പ്രസംഗിച്ചല്ലോ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ അന്ന് 3000 പേര് സ്നാനപ്പെട്ടെങ്കിൽ നെല്ലിമല കൺവെൻഷന് രണ്ടാമത്തെ രാത്രിയിൽ ചില കോട്ടകൾ പൊളിഞ്ഞിട്ട് ജനം പുറത്തു വരേണ്ടതിന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു. ഇന്ന് രാത്രി തടയപ്പെടുന്ന ചില മേഖലകളെ ഞാനിവിടെ ദൂത് പറയുമ്പോൾ ദൈവം പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുകയോ. അപ്പൊ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. ബാക്കി പറഞ്ഞേ. കേട്ടില്ല മക്കളെ? കേട്ടില്ല. ഉറക്കെ പറഞ്ഞേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കൺവെൻഷൻ പ്രസംഗത്തിൽ സ്നാനമുണ്ട്. അയ്യോ, ഈയിടെ ഞാൻ ഒരിടത്ത് ചെന്ന് കേട്ട, സ്ഥലം പറയുന്നില്ല, എന്നോട് ആ ദിവനാസൻ ചെവി വിളിച്ചു പറഞ്ഞ, അച്ഛാ ഒന്നും പറയണ്ട, സമുദായക്കാരുണ്ടെന്ന്. ഞാൻ നീ അങ്ങ് പ്രസംഗിച്ചാൽ പോലെ, എന്നെ റാന്നിന് വരുത്തേണ്ട കാര്യമുണ്ട്. ഞാൻ ഈ ബന്ധപ്പെട്ട് ഈ കഷ്ടപ്പെട്ട് ട്രാഫിക്കിനിടയിൽ കൂടെ വന്നിട്ട് ഇവന് പറയുക സ്നാനം പ്രസംഗിച്ചില്ലേ പിന്നെ എന്നോ പ്രസംഗമാണ്. പിന്നെ യെശയ്യാ പ്രവചനം വായിച്ച സ്നാനമുണ്ടല്ലോ, അതുകൊണ്ടല്ലോ ശരണനോട് പീലിപ്പോസ് സ്നാനം പറഞ്ഞ് യെശയ്യാ 53 ഇവിടെ സ്നാനം കിടക്കുന്നത്. ഹലോ, യേശുവിനെ പ്രസന്റ് ചെയ്ത സ്നാനം ഉണ്ടെന്ന്. യേശുവിനെ പ്രസംഗിക്കുമ്പോൾ സ്നാനം പറഞ്ഞില്ലേ പിന്നെ നീ എന്തുവാ പറയുന്നേ? നീ ആരെ സുഖിപ്പിക്കാൻ വേണ്ടി സുവിശേഷം പറയല്ലേ? സുവിശേഷം സത്യം വിളിച്ചു പറയുന്നതാണ്. യേശു പറഞ്ഞു, നിങ്ങൾ പുറപ്പെടണം. സന്തോഷമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ഇതിപ്പോ പിള്ളേർക്കൊന്നും അറിയത്തില്ല സ്നാനത്തെ കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിൻ്റെ അമ്മ പാസ്വേഡ് എന്ന് പറഞ്ഞ്, പാസ്റ്ററെ മോള് ബാംഗ്ലൂരിന് പോവാൻ നേഴ്സിംഗ് പഠിക്കാമെന്ന് സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതിനാ പാസ് ബുദ്ധിമാനാ. പാസ് പറഞ്ഞ് ബാംഗ്ലൂരിന് പോകാനാണെങ്കിൽ കല്ലട ബസ് ടിക്കറ്റ് എടുത്ത് വിട്ടാൽ പോലെ അമ്മമ്മയെന്ന് ചോദിച്ചു. ഹലോ, അല്ല ബാംഗ്ലൂരിൽ പോകാൻ വേണ്ടി പിള്ളേർ സ്നാനപ്പെടേണ്ട കാര്യമില്ല. കല്ലട ബസ് എന്ത് ചെയ്താൽ മതി? ടിക്കറ്റ് എടുത്ത് തങ്കച്ചൻ പാസ്ക്ക് എന്നൊരു പ്രയാസം പോലെ. മനസ്സിലാകുന്നുണ്ടോ? അമ്മാമ്മ ധരിച്ചത് കൊച്ചു ബാംഗ്ലൂരിൽ പോകണേ സ്നാനപ്പെടണമെന്നാ. ബാംഗ്ലൂരിൽ പോകാനായിട്ട് ബന്ധിക്കോസുകാർ സ്നാനപ്പെടുന്നു. ഞങ്ങൾ നിത്യതയിൽ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ കർത്താവിൻ്റെ അടുക്ക പോകണമെങ്കിൽ സ്നാനപ്പെട്ടാൽ മതി. അല്ലല്ലേ പറഞ്ഞേ? പിന്നെ ചെറുക്കൻ അവിടെ പൂനായിലാണ് പഠിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു പെണ്ണിനെയൊക്കെ കണ്ടു, ലൈനൊക്കെ അടിച്ചു. പാർസ കല്യാണം നടത്തണം. അവൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവളോട് വേണ്ടി വന്നാൽ എന്ത് ചെയ്യാം, സ്നാനപ്പെടാനും അവൻ മടിക്കത്തില്ലെന്ന്. നിങ്ങൾ മിണ്ടുന്നില്ല. അപ്പോൾ കൊച്ചിൻ്റെ കല്യാണം അഡ്ജസ്റ്റ്മെൻറ്റ് ഈ പാർസ നടത്താൻ വേണ്ടിയിട്ട് ചെറുക്കൻ വേണമെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനൊന്നും ഒപ്പിച്ച് നടന്ന പരിപാടിയല്ല സ്നാനം. പിന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഒടുവിൽ പറയുകയാണ്, നിങ്ങൾ പുറപ്പെട്ടിട്ട് കൃത്യമായി പറയണം, പിതാവിൻ്റെയും എല്ലാവരും കൂടെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭിഷക്തന്മാരുടെ കൈ കീഴെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. നല്ല സ്വത്രം പറഞ്ഞാട്ട് നിരാത്രി ഇനി അങ്ങ് കന്തക്കരാഞ്ഞയുടെ ധനകാര്യമന്ത്രി ആയാലും വ്യത്യാസമില്ല, നീ വെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവരൊക്കെ പ്രാഗൽഭ്യത്തോടെ ഒരല്ലേലൂയ പറഞ്ഞേ. ആള് മാറിയാലോ കാലം മാറിയാലോ ഉപദേശം മാറുന്നതല്ല ദൈവത്തിന്റെ സഭ. സഭയ്ക്കൊരു ഉപദേശമേ ഉള്ളൂ. സന്തോഷമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അയ്യോ, അത് കേട്ടപ്പോഴേ അവർ പറഞ്ഞു, ഞങ്ങൾ റെഡിയാ. 3000 പേരെ അവിടെ വന്നെന്ന് ദയവ് ചെയ്ത് നെല്ലിമലക്കാർ തെറ്റിദ്ധരിക്കല്ലേ. അവിടെ 30,000 പേര് വന്നു കാണും. ഈ ബഹളം കേട്ട് ഓടി വന്നതല്ലേ. അവിടെ 3 ലക്ഷം പേര് വന്ന് കാണും. വരുന്നവരുടെ എല്ലാം കൂടെ പേരെഴുതുന്നല്ലേ ഈ പുസ്തകം. വന്നവരിൽ നിന്ന് 3000 പേര് സ്നാനപ്പെട്ടു. ഈ പുസ്തകത്തിൽ അവരുടെ പേരേ ഉള്ളൂ. ഹല്ലേലൂയ പറയണം.
പിന്നെ നല്ല ഹല്ലേലൂയ പറയണം. ആ ഓടിക്കൂടുന്നവരുടെ എല്ലാം കൂടെ പേരെഴുതുന്ന പുസ്തകമല്ല ഇത്. വന്നവരിൽ അഭിഷക്തന്റെ ദൂത് കേട്ട് ആര് സ്നാനപ്പെട്ടോ അവരുടെ നമ്പർ എഴുതുന്ന പുസ്തകമായി ഈ പുസ്തകം. ഇന്ന് രാത്രിയിൽ നീ ആരുമായി കൊള്ളട്ടെ, നീ പുതുതായി ജനിച്ച്, നീ രക്ഷിക്കപ്പെട്ട്, നീ യേശുവിന്റെ വചനം അനുസരിച്ച്, നീ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ നിമഞ്ജന സ്നാനം സ്വീകരിച്ച് നിന്റെ പഴയ മനുഷ്യൻ മരിച്ചടക്കപ്പെടണം കേട്ടോ. ക്രിസ്തുവിലൊരു പുതിയ മനുഷ്യൻ ജനിക്കണം, അവൻ വളരണം. സഭയെ രക്ഷിക്കപ്പെടാത്തവരെയെല്ലാം മുക്കിക്കയറ്റിയതാ സഭയ്ക്കുണ്ടായ പ്രശ്നങ്ങൾ. സ്വോത്രം പറഞ്ഞില്ല. ഉള്ള ജഡീകന്മാരെല്ലാം കൂടെ അകത്ത് കയറി സഭ ജഡീകമായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അതെല്ലാം ഒന്ന് അഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച്, കർത്താവേ, ആത്മാവുള്ളവൻ സഭയിൽ എഴുന്നേക്കണം, അഭിഷേകമുള്ളവൻ സഭയിൽ എഴുന്നേക്കണം. പണ്ടത്തെ പോലും നല്ല കാലം സഭയ്ക്കകത്ത് തരണം. സന്തോഷമുണ്ട്, സ്വോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഈ പോകുന്ന അന്ത്യയാത്ര പറയുക, അന്ത്യയാത്ര പറയുക. ഞാൻ പോയാലും നിങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുവാണെങ്കിൽ ലോകം അവസാനിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് ഒരു ആഗ്രഹം, പോകല്ല. ഞങ്ങളുടെ ഒരു നേതാവായിട്ട് ഓഫീസില്ല, സീഡില്ല, ലെറ്റർ കെട്ടില്ല, ഭാഷയില്ല, പഠിത്തമില്ല. അപ്പം ഞങ്ങൾ ഇതും കൊണ്ട് പോയി എന്നോ ചെയ്യാനാ? അതുകൊണ്ട് നീ പോകല്ലേ. കർത്താവ് പറഞ്ഞു, പോയില്ലെങ്കിൽ കാര്യസ്ഥം വരത്തില്ല. ഞാൻ പോകുന്നത് കാര്യസ്ഥനെ അയക്കാനാണ്. ഞാൻ ചെന്നാലുടനെ പിതാവിനോട് പറയും, എൻ്റെ ദാസന്മാർക്ക് ഭാഷാപരിജ്ഞാനമില്ല, വലിയ അറിവും പാണ്ഡിത്യമൊന്നുമില്ല, വെറും മുക്കുവന്മാരാണ്, പക്ഷെങ്കിൽ അറിവ് നൽകുന്ന ആത്മാവിനെ കൊടുക്കണം. ചെന്ന ഉടനെ മേടിച്ച് നിങ്ങളുടെ മേൽ അയച്ചു തന്നേക്ക്. അവർ അല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാ. അല്ലേലൂയ. ഈ പത്രോസിൻ്റെ മേൽ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ മഹാപുരോഹിതന്മാർ പറയുകയാണ്, എടാ, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇവന്മാരുടെ ജ്ഞാനം കേട്ടോ. അല്ലേലൂയ. മൂലപദാർത്ഥങ്ങൾ കത്തി വരുമെന്ന്. അരാമ്യ ഭാഷ ശരിക്ക് പറയാൻ അറിയത്തില്ലാത്തവൻ പറയുകയാണ്, ആറ്റമുണ്ടാകും, അത് കത്തിയെരിഞ്ഞ ഭൂമി വെന്തുപോകും, അല്ലെങ്കിൽ സൂര്യൻ ഇരുണ്ടുപോകും, അല്ലെങ്കിൽ ആകാശം കരിമ്പടം ചുരുള് പോലെ ഉരുണ്ടുപോകും, ചന്ദ്രൻ കറുത്തുപോകും. ഒരു സ്വത്രം പറഞ്ഞേ. ഇന്ന് രാത്രി അറിവില്ലാത്തവനെ അറിവ് കൊടുക്കുന്ന, ജ്ഞാനമില്ലാത്തവന് ജ്ഞാനം കൊടുക്കുന്ന, ദൂതില്ലാത്തവന് ദൂത് കൊടുക്കുന്ന ഒരു അഭിഷേകം സഭയ്ക്കുണ്ട്. അത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയോ. ഹല്ലേലൂയ. ഒറ്റ അഭിഷേകം 3000 പേരെ സ്നാനപ്പെടുത്തി. സ്നാനം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഇന്ന് ഡയറി നോക്കിയിട്ട് ഇവിടെ പ്രോഗ്രാം വെമ്പായത്ത കൺവെൻഷൻ എന്നൊന്നും പറയാൻ ആരും വിളിക്കുന്നില്ലല്ലോ. പുള്ളി പറഞ്ഞു, വാ നമുക്ക് ചുമ്മാ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ അവിടെ പോയി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് അഭിഷേകമുള്ള ഒരാളെ കൂട്ടുപിടിച്ചു. ഒരുവനെക്കാട്ടി ഇരുവൻ ഒരല്ലേ പറഞ്ഞേ. അഭിഷേകം ഉള്ളവനെയും കൊണ്ടേ പോകാവൂ. സ്വോത്രം പറഞ്ഞാട്ട്. ഇപ്പം നമുക്ക് സ്വാധീനം കുറവാണെന്നും പറഞ്ഞ് നീ പോയി LDF ചേരണ്ട, UDF ചേരണ്ട, NDA ചേരണ്ട. അഭിഷേകമുള്ള ഒരാളെ കൂടെ കൊണ്ടുപോയാൽ മതി. നല്ല സ്വോത്രം പറയണം, നല്ല ഹല്ലേലൂയ പറയണം. പിന്നെ അഭിഷേകമുള്ള ഒരാളെ കൂടെ കൊണ്ടുപോയി നോക്കിയപ്പോൾ ഒരുത്തൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് പിശാച് കെട്ടിയേക്കുക. കെട്ട് പല സൈസാണ് കേട്ടോ. അകത്ത് വെച്ച് കെട്ടിയുണ്ട്, പുറത്ത് വെച്ച് കെട്ടിയുണ്ട്. ഇന്നലെ കണ്ട മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ കൊച്ചൻ്റെ കൈ ഒടിഞ്ഞതാണ്. അത് അവരുടെ കൂടെ വെച്ച് കെട്ടി കൈ ഇപ്പം ഇങ്ങനായി. ഇപ്പം അവനെ ഇന്നലെ കൊണ്ടുപോയി തിരിച്ച് കൈ രണ്ടാമത് കെട്ടുക. ഒരു സ്വോത്രം പറഞ്ഞേ. അത് ജനിച്ചു കഴിഞ്ഞുള്ള കെട്ടാ, മറ്റേ അമ്മയുടെ വയറ്റി വെച്ചുള്ള കെട്ടാ. ഇന്ന് രാത്രി ദൂത് പറയുമ്പോൾ വയറ്റി വെച്ച് കെട്ടിയതായാലും ജനിക്കുന്നതിന് മുമ്പ് കെട്ടിയാലും ജനിച്ച് കഴിഞ്ഞ് കെട്ടിയാലും അരിക്കുന്നതാണ് അഭിഷേകം. ഒരു സ്വോത്രം പറഞ്ഞേ. ഹല്ലേലൂയ പറയണം. പിന്നെ അമ്മയുടെ ഗർഭം മുതൽ കെട്ടിയവനെ പത്രോസ് നോക്കിയിട്ട് പറഞ്ഞു, എടാ കുഞ്ഞെ, വെള്ളിയും പൊന്നും എനിക്കില്ല, ഹീബ്രു എനിക്കറിയത്തില്ല, അറിയാമെന്ന് ഹീബ്രു ഞാൻ അർത്ഥം പറഞ്ഞേ. ഇപ്പം അതൊക്കെ പറഞ്ഞാലേ പ്രോഗ്രാം ഉള്ളൂ. ഹലോ, ഹീബ്രുവിൽ അങ്ങനെയാണ്, ഗ്രീക്കിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലേ എന്തുള്ളൂ. പത്രോസിന് ഹീബ്രു അറിയാവൂ. ഹലോ, പുള്ളി പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നേ പോറ്റി അടിച്ചോണ്ട് പോയനെ, നിങ്ങൾ മിണ്ടുന്നില്ല. അയ്യോ, പെന്തിക്കോസിന് അതില്ലായിരുന്നു നല്ലല്ലേ പറഞ്ഞേ. പിന്നെ വീണ്ടെടുത്തത് വെള്ളി പൊന്നെ മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ലെന്നേ, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത് ഉറപ്പുള്ളവര് ഈ രാത്രി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് സഭയെ വീണ്ടെടുത്തത് കുഞ്ഞാടിന്റെ രക്തമാ. ചൂടരമന ദരജന രഗതമന പരമൗഷാരമന. നല്ല ഹല്ലേലൂയ പറയണേ രാത്രി. ഉടൻ തന്നെ മുഖത്ത് പോയി പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, പക്ഷെ എനിക്കുള്ളത് നിനക്ക് തരിക. എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ അഴിച്ചാൽ ഞാൻ സ്വർഗത്തിൽ അഴിക്കുമെന്ന് പറഞ്ഞ ഒരു അധികാരമുണ്ട്. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ
എഴുന്നേക്കണം എന്ന് പറഞ്ഞപ്പോ അമ്മയുടെ ഗർഭമുള്ള കെട്ടഴിച്ചെങ്കിൽ ഇന്ന് രാത്രി നെല്ലിമല കൺവെൻഷൻ രണ്ടാമത്തെ രാത്രിയിൽ നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി ദുഷ്ടപിശാച് കെട്ടിയ കെട്ട് ഈ രാത്രി സ്വർഗം അഴിക്കുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കട്ടെ. ഓ എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. അസാധാരണമായൊരു വിടുതൽ. സന്തോഷമുള്ളവർ നല്ലപോലെ പ്രതികരിച്ച് യഥാർത്ഥമായ പെന്തക്കോസ്തിന്റെ ചൈതന്യമുള്ള ഒരാരാധന ഇവിടെ ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ ഏലിയാവിൻ്റെ അഭിഷേകം ഗുഹയ്ക്കകരുന്ന് 7000 പേര് പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി നാളുകളായി അഭിഷേകം ഉണ്ടായിട്ടും പ്രാർത്ഥനാവരമുണ്ടായിട്ടും മുഴങ്കാലുണ്ടായിട്ടും അതൊന്ന് ശോഭിപ്പിക്കാൻ കഴിയാതെ പലതിനെ ഉള്ളറയിൽ ഒതുക്കി വച്ചിരിക്കുന്ന ചില ആഹാബിയ വ്യാപാരങ്ങൾ, ചില ഇസബേലിയ ശക്തികൾ ഇന്ന് രാത്രി വേരോട് അടിത്തറ പൊളിച്ച് അല്ലെങ്കിൽ ചിലരെ പുറത്തു കൊണ്ടിരിക്കുകയാ. അത് നിന്റെ തലമുറയിൽ ഒന്നാകട്ടെ. ജനനം മുതൽ നിന്റെ തലമുറയെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില അപസ്മാരങ്ങൾ, ചില ഫിക്സിന്റെ രോഗങ്ങൾ, ഹല്ലേലൂയ, ചില രോഗമണ്ഡലങ്ങളൊക്കെ ഇന്ന് രാത്രി ദൈവം അഴിക്കുകയോ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുക. മൗനമായിരിക്കരുത്. ചില രോഗങ്ങളുടെ കെട്ടഴിയുകയാ, ചില പാരമ്പര്യ പോരുകൾ അഴിയുകയാ, ചില പൈശാചിക ബന്ധനങ്ങൾ അഴിയുകയാ. നീ ഇന്ന് രാത്രി വന്നതല്ല, ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ ഒരു വിടുതൽ നിന്റെ മേൽ പകരുവാൻ. കിടക്ക വിട്ടെഴുന്നേക്കുന്നത് പോലെ ചിലത്, കുതിച്ച് തുള്ളിച്ചാടി ആരാധിക്കുന്ന പോലെ ചിലത്, ജനനം മുതൽ ബന്ധിച്ച ചില ബന്ധനങ്ങൾ ഈ രണ്ടാമത്തെ രാത്രിയിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാ. മാതാവ് പ്രാർത്ഥിച്ചോ, പിതാവ് പ്രാർത്ഥിച്ചോ, നിന്റെ കുഞ്ഞിന്റെ കെട്ടഴിയുന്ന രാത്രിയാ, നിന്റെ തലമുറയുടെ ബന്ധനം അഴിയുന്ന രാത്രിയാ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ഈ രാത്രി അസാധാരണമായ ചില വീര്യപ്രവർത്തികൾ. ഒരു സാധാരണ യോഗം പോലെ നീ മടങ്ങരുത്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ മേൽ അസാധാരണമായ ചില വിടുതലുകളെ അഭിഷക്തന്മാർ ദൈവത്തെ ആരാധിക്കട്ടെ. കേൾവിക്കാരായിരിക്കാതെ, മുൻവിധിയോടെ ഇരിക്കാതെ ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. നിന്റെ ജീവിതത്തിന്റെ മേലും ഒരു വിടുതൽ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. നാവിന്റെ കെട്ടടിയട്ടെ, നാവിന്റെ കെട്ടടിയട്ടെ. അതരങ്ങൾ തുറക്കപ്പെടട്ടെ, ആരാധന ഉയരട്ടെ, ആത്മശക്തി വെളിപ്പെടട്ടെ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടട്ടെ, അന്യഭാഷയിൽ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി പൈശാചിക പാളയങ്ങൾ ഒരു യവത്തപ്പം ഉരുണ്ടു ചെല്ലുന്നത് കണ്ടപ്പോൾ മിഥ്യാനിയ പാളയങ്ങൾ പരക്കം പാഞ്ഞതുപോലെ ഇന്ന് രാത്രി പന്തലിൽ നിന്ന് ഒരു യവത്തപ്പം ഉരുളുകയാ. ചില ശത്രു പാളയങ്ങൾ പരക്കം പായുകയാ. Yes. വഴി തുറക്കപ്പെടുകയാ, വഴി തുറക്കപ്പെടുകയാ. ചില കിഴക്കൻകാർ നിനക്കായിട്ട് അടിക്കുകയാ. ഇന്ന് നിനക്ക് വേണ്ടി ചില ഓപ്പണിങ്ങുകൾ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ. യെസ്. അപമാനിക്കപ്പെട്ടിടത്ത് നീ മാനിക്കപ്പെടാൻ പോകുകയാണ്. തകർക്കപ്പെട്ടിടത്ത് നീ ഉയർത്തപ്പെടാൻ പോകുകയാണ്. നിന്ദിക്കപ്പെട്ടിടത്ത് നിന്നെ വന്ദിക്കാൻ പോകുകയാണ്. ശൂന്യത വെളിപ്പെടുന്ന ദൈവം നിറവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. താണയിടത്ത് നിന്നെ കരം പിടിച്ചുയർത്തുന്ന രാത്രിയോ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇന്ന് രാത്രി ആ കരങ്ങൾ അടിച്ച് അന്യഭാഷയിൽ അഭിഷേകത്തോട് അല്പനിമിഷം ദൈവത്തെ ആരാധിച്ച് ഒരു വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. നീ മടങ്ങി കൂടാരത്തിൽ ചെല്ലുമ്പോൾ ആ വിടുതൽ നിന്റെ കൺമുമ്പിൽ കാണുകയാ, നിന്റെ കാതിൽ കേൾക്കാൻ പോകുകയാ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ
ഓ സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ സകല മുഴങ്കാലും ഒരുപോലെ മടങ്ങുന്ന സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതലുകൾ സംഭവിക്കട്ടെ. രോഗങ്ങളുടെ കെട്ടഴിയട്ടെ, ശാപങ്ങളുടെ കെട്ടഴിയട്ടെ. ഓ ദുഷ്ടപിശാച് കെട്ടിയ സകല ബന്ധനങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചില ഇസബേലിയ വ്യാപാരങ്ങൾ നിലംപരിചാകാൻ പോകുകയാണ്. ചില ആഗാമി ശക്തികൾ തകരപ്പെടുവാൻ പോകുകയാണ്. ബാലിന്റെ പ്രവാചകന്മാരെയും അസേരയുടെ പ്രവാചകന്മാരെയും കീശോൻ തോട്ടിക്കൊണ്ടുപോയി ഓ തകർത്തതുപോലെ ഇന്ന് രാത്രി ചിലതൊക്കെ ഒഴുകിപ്പോകുകയോ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഓ ഒരു നിമിഷം പ്രാർത്ഥനയോടെ ദൈവസന്നിധാനം എഴുന്നേൽക്കാം. നിന്റെ ഭാരമുള്ള വിഷയം അത് അറേബ്യൻ മരുഭൂമികളിലാകട്ടെ, യൂറോപ്യൻ രാജ്യങ്ങളിലാകട്ടെ, അമേരിക്കൻ ഐക്യനാടുകളിലാകട്ടെ, ഓസ്ട്രേലിയയിലോ കാനഡയിലോ ആകട്ടെ, ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇന്ത്യയുടെ ഏതെങ്കിലും സ്റ്റേറ്റിലാകട്ടെ, നീ ഭാരപ്പെട്ടു വന്ന ആ വിഷയം ഇപ്പോൾ അവിടെ ആ വിടുതൽ നടക്കുകയാണ്. നീ ഇവിടെ സ്തുതിച്ചോണ്ട് നിൽക്കുമ്പോൾ, നീ ഇവിടെ അഭിഷേകത്തോട് നിൽക്കുമ്പോൾ അവിടെ ആ വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാ. ഓ ആ ദൈവകരം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച് വിശേഷമായൊരു വിടുതൽ. അങ്ങനെ തന്നെ പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ കണ്ണിൽ ആശ്ചര്യം തോന്നുന്ന ഓ ഹല്ലേലൂയ ആശ്ചര്യം തോന്നുന്ന ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടുകയാണ്. വിശ്വസിച്ചൊന്ന് ആരാധിച്ച് ആ കരങ്ങൾ രണ്ടുമൊന്ന് ഉയർത്തിപ്പിടിച്ച്, കരം രണ്ടുമൊന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവിന്റെ നാമത്തിൽ. ആത്മാവ് ചിലരെ തൊടുന്നു, പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ഇറങ്ങി വരുന്നു, ആത്മാവിന്റെ തീ ചിലരുടെ മേൽ കത്തുന്നു. ഓ യേശുവിന്റെ കരം നിന്നെ തൊടുന്നു. മുറിവേറ്റ കരം എമ്മവസിലേക്ക് പോയവന്റെ കൂടെ നടന്ന ആ കരുതൽ ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. ഒന്ന് വിശ്വസിച്ചേ ഇത് നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. ഓ ഹല്ലേലൂയ. നീ ഇനി ഉയർക്കത്തില്ല, നീ ഇനി മുളയ്ക്കത്തില്ല, നീ ഇനി തളിർക്കത്തില്ല, നീ ഇനി കായ്ക്കത്തില്ല എന്ന് വാദിച്ചെടുത്ത് മതിലിന്മേൽ പടരുന്ന ഫലപ്രദമായ വൃക്ഷം പോലെ, ഓ നീരുറവിനരികെ നട്ട വൃക്ഷം പോലെ നിന്നെ ദൈവം മാനിക്കാൻ പോകുകയാ. ഒന്ന് പ്രാർത്ഥിച്ചോ, ഇതൊരു വിടുതല. സന്തോഷം കൊണ്ട് കരമൊന്ന് അടിച്ചൊരു നിമിഷം കൂടെ ആത്മാവിൽ ആരാധിച്ചേ. ഹല്ലേലൂയ. മോനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഓ യേശുവിന്റെ നാമത്തിൽ ഒരിക്കലൂടെ കരമുയർത്തിപ്പിടിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞൊന്ന് പാടി ആരാധിക്കാം. ആ സമയത്ത് അത്യാവശ്യം പ്രാർത്ഥന ആവശ്യമുള്ളവര് ഉള്ള സ്ഥലപരിധിക്കകത്ത് മുൻപോട്ട് വന്നാൽ നിങ്ങളുടെ തലയിൽ കൈവച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഉയരട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഗലീലയിലുള്ള 11 പേരെ കൂട്ടിവരുത്തി അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ആകയാൽ ഗലീല പുരുഷന്മാരെ, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെടുവീൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ. ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ കൽപ്പിച്ചതൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകലരെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകം അവസാനിക്കുവോളം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് ഇന്ന് രാത്രി ഇവരുടെ വലങ്കരങ്ങളെ പിടിച്ചിരിക്കുക. സ്തോത്രം. ഇവരുടെ പ്രശ്നം ഏറ്റെടുത്തിരിക്കുക. സ്തോത്രം. ഇവരുടെ ഭാരങ്ങളുടെ മേൽ വിടുതലയച്ചതിനായി സ്തോത്രം. ഇവരുടെ രോഗങ്ങളുടെ മേൽ സൗഖ്യമയച്ചതിനായി സ്തോത്രം. അടഞ്ഞ വഴികളെ തുറന്നതിനായി സ്തോത്രം. ശുശ്രൂഷ പുതുതായി അഭിഷക്തന്മാരുടെ മേൽ പകർന്നതിനായി സ്തോത്രം. മുഴുമകുത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ കരമടിച്ച് ചേർന്നൊരു നിമിഷം പാടി ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം.